ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 48ാമത്തെ ക്ലാസ്സിലേക്കാണ് ഫെബ്രുവരി മാസം 4-ാം തീയതി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 47 ക്ലാസ്സുകളിലായി യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിപ്പാട്ടിടയായിട്ടുള്ളത്. ഇന്ന് തുടർന്നുള്ള പഠനത്തിനായി 31 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ. ഈ പുരുഷാരം അവനോട് ക്രിസ്തു എന്നേക്കും ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. യവനായക്കാരായിരിക്കുന്ന ചിലർ യെരുശലേമിലെ പെസഹ പെരുന്നാളുടെ ബന്ധത്തിൽ കടന്നു വന്ന പീലിപ്പോസിനോടും അതുപോലെ അന്ത്രയോസിനോടും പറഞ്ഞ് അവര് യേശുവിന്റെ അടുക്കൽ ചെന്ന സമയത്ത് യേശു പരസ്യമായി യേശു ആരാകുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 36ാമത്തെ വാക്യം വരെ അത് ആ സംസാരം ക്രിസ്തു അവരോട് സംസാരിക്കുന്നതിനെ കുറിച്ച് പൊതുവായിട്ട് സംസാരിക്കുന്നു. 37ാം വാക്യത്തിലാണ് ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ട് മറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അന്ന് പറഞ്ഞ കാര്യം അന്ന് ഉള്ളവർക്ക് യഥാർത്ഥമായി മനസ്സിലായില്ല. ഇന്നും ദൈവവചനം ശരിക്ക് വായിക്കുമ്പോൾ പലർക്കും അത് ശരിയായ രീതിയിൽ മനസ്സിലാകത്തില്ല. എന്നാൽ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് എത്തണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിക്കണം. വചനത്തിൽ നമുക്കത് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം നമ്മളതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. തുടർന്നുള്ള ഭാഗങ്ങളിലേക്കാണ് നാം ചിന്തിക്കുന്നത്. ഇപ്പൊ കർത്താവ് അവരോട് ചോദ്യങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഉത്തരമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മുഴുവൻ ഭാഗങ്ങളും ചിന്തിച്ച് നമുക്ക് ധ്യാനിക്കുവാൻ നിരവധി ക്ലാസ്സുകൾ വേണ്ടിവരും. എന്നാൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കുന്നത്. ഇപ്പൊ കർത്താവ് അവരോട് സംസാരിക്കണം. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ചിന്താഗതി, അവരുടെ മനസ്സിൽ അവർക്കിപ്പോഴും അവർ യെരുശലേം നഗരവും യെരുശലേം ദേവാലയവും ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നുള്ള ചിന്തകളായിരുന്നു എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ഇവിടെ യഹൂദന്മാരായിരിക്കുന്ന ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടല്ല. ഞാൻ വന്നിരിക്കുന്നത് ലോകത്തിന്റെ ന്യായവിധിയും. ഈ ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലോകത്തിന്റെ, അന്നത്തെ ലോകത്തിന്റെ, ലോകം എന്ന് പറയുമ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനും അവനോട് സംബന്ധിച്ച വിഷയങ്ങളുമാണ് ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂലോകത്തിൽ എന്ന് പറയുമ്പോൾ ഭൂലോകത്തിൽ അവിടെ മനുഷ്യനുണ്ടോ? അവിടെയെല്ലാം മനുഷ്യ സംബന്ധമായ കാര്യങ്ങളുണ്ട്. ലോകം ആരംഭിച്ചത് നമുക്കറിയാം, മനുഷ്യന്റെ പാപാനന്തര ജീവിതത്തോടെ ബന്ധത്തിലാണ് ലോകാരംഭം ഉണ്ടായത്. അത് അന്ന് മുതൽ ഇരുളായിരിക്കുന്ന സാത്താനിക ശക്തി പ്രബലപ്പെട്ട മനുഷ്യനെ അടിമപ്പെടുത്തി വെച്ചിരുന്നു. അപ്പൊ അതിന്റെ അവസാനം കുറിക്കാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ പ്രത്യക്ഷമായത്. അതിനാണ് ലോകാവസാനം എന്ന് പറയുന്നത്. ലോകാവസാനം എന്നുള്ളത് ഒരു ട്രാജഡി അല്ല, ഒരു ദുരന്തമല്ല. പക്ഷെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ലോകാവസാനം എന്ന് പറയുന്നത് ദുരന്തമാണെന്നാണ്. അവിടെയാണ് പലപ്പോഴും തെറ്റുപറ്റി പോകുന്നത്. നമ്മൾ കേൾക്കുന്ന ലോകാവസാനം എന്ന് പറയുമ്പോൾ അത് വലിയെന്തോ ഒരു ട്രാജഡി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്തയാണ്. എന്നാൽ ലോകാവസാനം വാസ്തവത്തിൽ നമുക്ക് ഭാഗ്യകരമായ അവസ്ഥയാണ്. അപ്പോൾ യേശുക്രിസ്തു ലോകാവസാനത്തിൽ പ്രത്യക്ഷമായത് ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന സാത്താനെ പുറത്തു തള്ളിക്കളയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ സാത്താന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ ദൈവത്തിന് പ്രത്യക്ഷനായി. അവൻ ലോകത്തിൽ വന്ന് അന്ന് വരെ പ്രബലപ്പെട്ടിരുന്ന ലോകത്തിന്റെ അധിപനായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന, ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന സാത്താനെ അധികാരത്തുനിന്ന് തള്ളിക്കളയുന്നതിനർത്ഥം ആത്മീയ മേഖലയിൽ അവനെ പരാജയപ്പെടുത്തി
അവന്റെ പിടിയിൽ നിന്ന് ആത്മീയ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകുവാൻ ഇടയാത്തുന്നു. ആന്തരികമായിരിക്കുന്ന ഒരു വിടുതലാണ് പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ ദൈവം നമുക്ക് തന്നത്. അത് ഭൗതിക മണ്ഡലങ്ങളുടെ ബന്ധത്തിൽ നമുക്ക് വെളിപ്പെട്ട് കാണാൻ സാധിക്കത്തില്ല. കർത്താവ് വന്ന് രാഷ്ട്രം സ്ഥാപിക്കുകയോ എന്തെങ്കിലും പ്രത്യേക ഒരു സമൂഹത്തെ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുകയല്ല ചെയ്തത്. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ചെയ്തത് മനുഷ്യനെ ബന്ധിച്ചിരുന്ന പാപത്തിന്റെ ചങ്ങല അഴിച്ചു, അവനെ സ്വതന്ത്രമാക്കി, അവനെ ദൈവരാജ്യത്തിന്റെ ആത്മീയ ദൈവരാജ്യത്തിന്റെ മക്കളാക്കി തീർത്ത് എന്നുള്ളതാണ് ക്രിസ്തുയേശുവിൽ നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്. അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. എന്നാൽ ലോകത്തെ ന്യായവിധിപ്പാനല്ല യേശു വന്നത്, ലോകത്തെ മനുഷ്യനെ ന്യായവിധിപ്പാനല്ല. എന്നാൽ യേശു വന്നത് ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. അപ്പോൾ ലോകത്തിന്റെ എന്ന് പറയുമ്പോൾ ഏകവചനത്തിലും ലോകത്തെ ന്യായവിധി, കർത്താവ് ഞാൻ വന്നത് ലോകത്തെ മനുഷ്യനെ ന്യായവിധിക്കാനല്ല, മനുഷ്യൻ രക്ഷിപ്പാനായിട്ടാണ് യേശു വന്നത്. അവിടെ വ്യത്യാസം. ലോകത്തെ ന്യായം വിധിക്കുക എന്നതിന്റെ അർത്ഥം മനുഷ്യ ന്യായം വിധിക്കുക. മനുഷ്യ ന്യായം വിധിക്കുന്ന സമയമുണ്ട്. കർത്താവ് മനുഷ്യ ന്യായം വിധിക്കുക. അത് ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കുന്ന ദൈവത്തിൽ രേഖപ്പെടുത്ത് മരിച്ചുപോയ സകല മനുഷ്യരുടെയും അന്ത്യന്യായം നടക്കുന്നത് ഒടുക്കത്തെ നാളിലാണ്. എന്നാൽ ജീവനോടിരിക്കുന്ന ഇവരുടെ അന്ത്യന്യായവിധി നടക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എന്ന ജീവനോട് കുറെ ആൾക്കാരെ ന്യായം വിധിച്ച് നിത്യനരകത്തിലേക്ക് തള്ളിക്കളയാറുണ്ട്. എതിർക്ക് സ്വാഗതം സാത്താൻ, കള്ളപ്രവാചകൻ. ഞാൻ അന്ത്യന്യായവിധിയുടെ പുസ്തകം നമ്മൾ അതേക്കുറിച്ച് ക്ലാസ് എടുക്കുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുകയും ചെയ്ത ഭാഗങ്ങൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം അന്ത്യന്യായവിധി എന്നുള്ളത്. അപ്പോൾ ന്യായവിധി ലോകത്തെ ന്യായം വിധിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. തെറ്റിപ്പോകരുത്. ഇപ്പം യേശുവോടത് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ലോകത്തെ ന്യായം വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ അത്രേ യേശു വന്നതെന്ന് പറയുമ്പോൾ, ഇവിടെ കർത്താവ് അങ്ങനെ പറയുമ്പോൾ എന്താണ് ഇതിനകത്തെ വ്യത്യസ്തത എന്നത്? പാപത്തിന്റെ ചതിയിൽ കിടക്കുന്ന മനുഷ്യനെ ദൈവം അവനെ ശിക്ഷിക്കാൻ വന്നതല്ല, ദൈവം രക്ഷയുടെ മാർഗം ഒരുക്കിയിട്ടേ ശിക്ഷിക്കുകയുള്ളൂ. നമുക്ക് പുരാതന ലോകത്തിലും കാണാൻ സാധിക്കുന്ന, അന്നും പാപത്തിന്റെ മ്ലേച്ഛത പെരുകിയപ്പോൾ അന്നും ദൈവം രക്ഷയുടെ മാർഗം ഒരുക്കി കൊടുത്ത ശേഷമാണ് അന്നത്തെ ലോകത്തെ ദൈവം ന്യായം വിധിച്ചത്. പക്ഷെ അന്ന് ലോകത്തിന്റെ പ്രഭുവിനെ ദൈവം ന്യായം വിധിച്ചില്ല. ലോകത്തിന്റെ പ്രഭുവിനെ ന്യായം വിധിച്ചതിൽ അന്ന് മുതൽ പുതിയ നിയമം ആരംഭിക്കുമായിരുന്നു. അന്ന് ലോകത്തെ ദൈവം വെള്ളത്താൻ ന്യായം വിധിച്ചപ്പോൾ രക്ഷയുടെ വഴി ഒരുക്കി കൊടുത്ത് അവർ രക്ഷപ്പെടാനുള്ള മാർഗം ദൈവം പറഞ്ഞ ശേഷമാണ്, അതിൻ്റെ വഴി കാണിച്ചു കൊടുത്ത ശേഷമാണ് അന്നത്തെ ലോകത്തെ ന്യായം വിധിച്ചത്. അപ്പോൾ ഈ കർത്താവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ കർത്താവ് ലോകത്തിൽ വന്നത് ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനാണ്. കർത്താവ് വന്നത് മുഖാന്തരമായി ലോകത്തെ ദൈവം ന്യായം വിധിച്ചു. ലോകത്തിന്റെ ന്യായവിധി എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ പ്രഭുവായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അടുത്ത വാക്യമായി, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അതിന്റെ അർത്ഥം, ഇതുവരെയും അവൻ അകത്തായിരുന്നു, അവൻ അധികാരത്തിലായിരുന്നു. എന്നാൽ കാൽവറിയിൽ യേശു മരിച്ചതോടു കൂടിയാണ് അവനെ അവിടുന്ന് തള്ളിക്കളഞ്ഞത്. ഇപ്പോൾ ലോകാവസാനത്തിൽ യേശു വന്നത്, ലോകാവസാനം എന്നുള്ളത് ഒരിക്കലും ഒരു ദുരന്തമല്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ലോകാവസാനം അതുകൊണ്ടാകത്ത് അത് ഞെട്ടിപ്പോകരുത്, നിങ്ങൾ ഇളകി പോകരുതെന്നൊക്കെ പറയുന്നത് അവസാനം എന്ന് കേൾക്കുമ്പോൾ. വാസ്തവത്തിൽ ലോകാവസാനത്തെക്കുറിച്ച് നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്ന പോലെ, ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച ആക്കിയതുപോലെയാണ് ലോകാവസാനത്തെക്കുറിച്ചും പലരും ചിന്തിക്കുന്നത്. ലോകാവസാനത്തിൽ യേശു പ്രത്യക്ഷമായതുകൊണ്ട് പാപങ്ങളെ നീക്കി മനുഷ്യവംശത്തിന് ദൈവം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഈ ലോകത്തെ അടിമത്തത്തിൽ വെച്ചിരുന്ന പ്രഭുവായിരിക്കുന്ന ഇരളിന്റെ അധികാരിയായിരിക്കുന്ന പിശാചിന്റെ മരണത്തിന് അധികാരിയായ പിശാചിനെ ദൈവം തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമയാളായിരുന്ന സകല മനുഷ്യരെയും ദൈവം വിടുവിച്ചു. ഇതാണ് വിടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ലോകത്തിൽ വന്ന സ്വന്തം തന്റെ മരണം കൊണ്ട് മരണഭീതിയിൽ അകപ്പെട്ടിരുന്ന സകല മനുഷ്യരെയും അവരുടെ മരണഭീതിയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി യേശു വന്നതാണ് ലോകാവസാനത്തിന്റെ ആരംഭത്തിൽ സംഭവിച്ചത്. അപ്പൊ കർത്താവ് പറഞ്ഞപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തള്ളിക്കളയും. കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നതുകൊണ്ട് അനേകരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഈളായിരിക്കുന്ന പിശാചിനെ ദൈവം പുറത്ത് തള്ളിക്കളഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കൃപയാൽ യേശുവിനെ സ്വീകരിച്ച് വെളിച്ചം വന്നതോടുകൂടി ഇരുള് തള്ളപ്പെട്ടു പോകാനിടയത്തുന്നു. എന്നാൽ അധികാരങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ സാമ്രാജ്യത്തിൽ നിന്ന്, ഭരണത്തിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആന്തരിക മാറ്റമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായെന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പ്രഭുവിനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ രാഷ്ട്രങ്ങളെല്ലാം
വെളിച്ചമാകണ്ടേ എന്തുകൊണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ തള്ളിക്കളയും ഇപ്പോൾ ഈ ലോകത്തിന് പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. യേശു കാൽവറിയിൽ യാഗമായി തീർന്നതോടുകൂടി ജീവന്റെ ശക്തി വെളിപ്പെട്ടതോടുകൂടി അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ഇരുൾ വെളിയിൽ പോകാനിടയായി തീർന്നു. ഇരുളിനെ വെളിയിലാക്കി. അതാണ് സാത്താനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിന് മക്കളായി തീർന്നു. അതുകൊണ്ട് കഥ പറഞ്ഞത് 2 യജമാനന്മാരെ ആർക്കും സേവിപ്പാൻ കഴിയത്തില്ല. വാസ്തവത്തിൽ ഇവിടെ തള്ളിക്കളഞ്ഞെന്നുള്ളത് കർത്താവ് കാൽവറിയിൽ ആ യാഗനിവൃത്തിയോടുകൂടി വിശ്വാസത്തിന്റെ മാർഗം തുടങ്ങുകയും അവനെ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നതോടുകൂടിയാണ് കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് സാത്താന്റെ അധികാരത്തിൽ നിന്ന് അവരെ വെളിയിൽ കൊണ്ടുവന്നു. നമ്മെ ദൈവം മോചിപ്പിച്ചു, വിടിവിച്ചു. ഇന്ന് രാത്രിയിലും അത് സംബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനെ പുറത്തള്ളിക്കളഞ്ഞതിനർത്ഥം ഞാൻ പറഞ്ഞതിന് ശേഷവും പൈശാചിക ഭരണങ്ങൾ ലോകത്തിലുണ്ട്. ഇപ്പോഴും സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. എന്നാൽ ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന സർവ്വലോകം കിടക്കുമ്പോഴും അവന്റെ അധീനതയിൽ കിടക്കാത്തവരാണ് യേശുക്രിസ്തു മുഖാന്തരമായി അവനെ സ്വീകരിച്ചതുകൊണ്ട് സാത്താൻ വെളിയിൽ പോകാനിടയാത്തുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. കഥ പറഞ്ഞു ഈ പ്രവർത്തനം നടക്കാൻ പോകുന്നത് മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിവിടെ രാഷ്ട്രപരമായിട്ടുള്ള മാറ്റങ്ങളോ ഒന്നുമല്ല ദൈവോദ്ദേശിച്ച്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഉണ്ടായിരുന്ന പോലുള്ള രാഷ്ട്രങ്ങൾ ഇന്നുമുണ്ട്, ജാതികളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ കഥ പറഞ്ഞത് ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. കർത്താവിന്റെ ആകർഷണത്തെക്കുറിച്ച് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താൻ കഴിയത്തില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആരും 6-44 വാക്യത്തിൽ പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ 6-44 വചനം പഠിച്ച് നമ്മളതിൽ ചിന്തിച്ചത്. അപ്പോൾ ഇവിടെ ആകർഷണം എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപ ഇല്ലാതെ ആർക്കും തന്നെ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയത്തില്ല. 6-44 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 44 എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ട് ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, വെളിച്ചമാകുന്ന ജീവനാകുന്ന എൻ്റെ അടുക്കൽ വരണമെങ്കിൽ പിതാവാൻ ദൈവത്തിന് കൃപയുണ്ടാകണം, എൻ്റെ പിതാവാൻ ദൈവം ആകർഷിക്കണം. അപ്പൊ അങ്ങനെ പിതാവാൻ ദൈവം ആകർഷിക്കുവാൻ, മനുഷ്യനെ ആകർഷിക്കുവാൻ തുടങ്ങിയ ആകർഷണത്തിന്റെ സമയം ആരംഭിച്ചതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുമാണ്. അതുകൊണ്ട് ഈ ആകർഷണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. അത് പിതാവാൻ ദൈവത്തിന്റെ കൃപയാകുന്നുവെന്ന് 6-65 വാക്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവദേശങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അടുപ്പിക്കണമെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഹേതുവായിട്ട് ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. കഥ പറഞ്ഞു ഈ ആകർഷണം എന്നുള്ളത് കൃപയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആകർഷണം, ദൈവത്തിന്റെ കൃപായുഗം ആരംഭിച്ചത് പുത്രനെ ഉയർത്തിയ ശേഷമാണ്. അപ്പോൾ കഥ പറഞ്ഞു ആമേൻ, പിന്നെ അവൻ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇതേക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് ഇനി ആവർത്തിക്കുന്നില്ല. ഇവിടെ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ വേണ്ടി അവൻ ഉയർത്തപ്പെടണം എന്നുള്ളത് പിതാവാൻ ദൈവത്തിന്റെ ഹിതമായിരുന്നു. എങ്കിൽ മാത്രമേ കൃപ വ്യാപരിക്കുണ്ടായിരുന്നുള്ളൂ. ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് യെശയ്യാവിന്റെ പ്രവചനം 45 അതിന്റെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നാം ചിന്തിക്കുമ്പോൾ കാണുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 45 അതിന്റെ 22 വാക്യത്തിൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന യെശയ്യാവിന്റെ പ്രവചനം 45 വരുമ്പോൾ നമുക്ക് അറിയാവുന്ന 22 വാക്യം, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. അപ്പോൾ സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും മാനസാന്തരപ്പെടുവാൻ, എന്താ പറയുമ്പോൾ എല്ലാ മനുഷ്യരോടുമുള്ള സന്ദേശം. അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരും തങ്ങളിലേക്ക് ആകർഷിക്കപ്പെടണം, ഉയർത്തപ്പെടണമായിരുന്നു.
അവങ്കിലേക്ക് നോക്കണമെങ്കിൽ യേശു ഉയർത്തപ്പെടും. അതുകൊണ്ടാണ് ക്രിസ്തു മരിക്കുന്ന വിധം അവൻ മരിച്ചത് ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ 3 ആണികളിൽ യേശു പരസ്യമായി തൂക്കപ്പെട്ടത്, അവൻ മരിച്ചത് സകല ഭൂസീമാവാസികളായുള്ളവർക്കും അവനെ കണ്ട് മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന വചനം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സകല ഭൂസീമാവാസികളുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണ്, സാക്ഷാൽ ദൈവമാകുന്നു എന്നുള്ള നിരവധി പഴയ നിയമ പുതിയ നിയമ തെളിവുകളുണ്ട്. അത് പറഞ്ഞിരിക്കുകയാണ് എങ്കിലേക്ക് തിരിഞ്ഞ്. അപ്പോൾ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടാൽ ശേഷമേ ഉയർത്തപ്പെടേണ്ടതിന് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞതിന്റെ അർത്ഥം കർത്താവിന്റെ സന്നിധിയിലേക്ക് ആകർഷിക്കപ്പെടുക എന്നതിന്റെ അതിനെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നത് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുക. അപ്പോൾ ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനും അതിന്റെ പരമോന്നതമായിരിക്കുന്ന ആ പദവിയിലേക്കും എത്താനുള്ള വഴി കർത്താവ് സകല മനുഷ്യർക്കും വേണ്ടി വെളിപ്പെടുത്തി യൗവനന്മാരോട് സംസാരിക്കുക. ഒരാണ് യേശുവിനെ കാണാൻ വന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എന്നെയോടെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നെങ്കിൽ ഞാൻ 3 ആണികളിൽ അധികം താമസിയാതെ തൂക്കപ്പെടും. ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, യെരൂശലേമിൽ വരേണ്ട ആവശ്യമില്ല. ഭൂമിയുടെ ഏത് അറ്റത്തു നിന്നും എവിടെ നിന്നും ഉയരത്തിലേക്ക് നോക്കി ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞാൽ അവൻ തീർത്ഥാടനത്തിന് പോകേണ്ട ആവശ്യമില്ല. രക്ഷിക്കപ്പെടാൻ വേണ്ടി ഒരു മനുഷ്യൻ പോലും തീർത്ഥാടനത്തിന് പോകണ്ട. ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് അടുത്തു വരാൻ വേണ്ടി അവന്റെ സ്വയം പ്രയത്നങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഉയർത്തപ്പെട്ട ക്രിസ്തുവാകുന്ന പരസ്യമായിരിക്കുന്ന രക്ഷയുടെ ഉറവിലേക്ക് നോക്കിയാൽ രക്ഷപ്പെടുവാൻ സാധിക്കും. അത് പരിജ്ഞാനത്തിന്റെ മാർഗമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് രാത്രിയിലും അവനെ നോക്കി ആ ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട്, യേശുവിന്റെ ക്രൂശമരണ യാഗത്തിൽ വിശ്വസിപ്പാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട്, അതിൽ നാം വിശ്വസിച്ചതുകൊണ്ടും അംഗീകരിച്ചതുകൊണ്ടും നമുക്ക് ലഭിച്ച ഭാഗ്യം എന്തെന്നറിയാമോ? നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഇരുളായിരിക്കുന്ന സാത്താൻ എന്ന പ്രഭുവിന്റെ അവൻ പുറത്തു തള്ളപ്പെടുവാനിടയാത്തുന്നു. നമ്മുടെ ഹൃദയത്തിൽ യേശു വസിപ്പാനിടയാത്തുന്നു, സ്നേഹം വസിപ്പാനിടയാത്തുന്നു. അങ്ങനെ ദൈവത്തിന്റെ മക്കളായിത്തീരാനുള്ള ഭാഗ്യമാണ് കർത്താവ് നമുക്ക് തന്നത്. അതേക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, എല്ലാവരും ദൈവമക്കളായിത്തീരുവാൻ വേണ്ടി ഞാൻ കാൽവറിയിൽ യാഗമായിത്തീരാൻ പോകുക. ഞാൻ മരിക്കുന്ന വിധം അത് റോമൻ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചാണെങ്കിൽ അന്നത്തെ മരണം ക്രൂശുമരണമായിരുന്നു. എന്നാൽ യഹൂദന്റെ നിയമം അനുസരിച്ചുള്ള മരണമാണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ പിതാവാൻ ദൈവം തന്റെ പുത്രനെ യഹൂദ പ്രമാണമനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുവാനല്ല ദൈവം അനുവദിച്ചു കൊടുത്തത്. അവനെ റോമൻ ഗവൺമെന്റിന്റെ അന്നത്തെ നിയമപ്രകാരം ക്രൂശിക്കുക എന്നുള്ളത്, ആ നിയമം അന്ന് സ്ഥാപിതമായത് യേശു മരത്തിന്മേൽ ക്രൂശിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നത് പോലും അന്നത്തെ സർവ സാമ്രാജ്യത്വമായിരിക്കുന്ന റോമൻ ഗവൺമെന്റിന്റെ അധികാരത്തിൽ അന്നത്തെ മരണവിധമായിരിക്കുന്ന ക്രൂശമരണം ഇവിടെ ഭൂമിയിൽ അവര് ഉണ്ടാക്കിയെടുത്തതിന്റെ ഉദ്ദേശം യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനം നിവൃത്തിയിരിക്കപ്പെടണം. അവൻ സർവ മനുഷ്യനും വേണ്ടി കാൽവറിയിൽ തൂക്കപ്പെടണം. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ 3 ആണികളിൽ അവനെ ഉയർത്തപ്പെടണം. മോശ പിച്ചസർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്തണമെന്നുള്ളത് വചനങ്ങളും ദൈവത്തിന് നിർണയമായതുകൊണ്ടാണ് അന്നത്തെ നിയമപ്രകാരം യേശുവിനെ മരണശിക്ഷയ്ക്ക് ക്രൂശിക്കണമെന്ന് വിധിച്ചത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് അവരെ കൊല്ലുക എന്നുള്ള അധികാരമുണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും കല്ലെറിഞ്ഞ് കൊല്ലത്തക്കവണ്ണമുള്ള സ്ഥിതി ഉണ്ടാകുമായിരുന്നു. നമുക്കറിയാം, പാവനിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ അവര് കല്ലുമായിട്ടാണ് വന്ന് അവളെ എറിഞ്ഞുകൊള്ളാൻ. എന്നാൽ അത് അവരുടെ മതപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി അങ്ങനെയുള്ള നിയമപ്രകാരം കൊല്ലുവാനുള്ള അധികാരം അവർക്കുണ്ടെന്ന് കാണിക്കുമ്പോൾ
യേശുവിൻ്റെ മേൽ അങ്ങനെ ഒരു അധികാരം അവർക്കില്ലായിരുന്നു. കാരണം ക്രിസ്തുവിനെ അങ്ങനെ ഒരു പാപത്തിന്റെ കാര്യങ്ങളിൽ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് വിധിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. വിധി നടത്തണമെങ്കിൽ അന്നത്തെ ഭരണകർത്താവായിരിക്കുന്ന പീലാത്തോസിനെ നാടുവാഴിക്ക് അതിനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മരണത്തിനുള്ള വിധി കൽപ്പിക്കാൻ ഞങ്ങൾക്കൊണ്ട് അധികാരമില്ലല്ലോ എന്ന്. അപ്പോൾ ഈ പാവനിയാസ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴും ഇവരും പറയുകയാണ്, നീ എന്താണ് ഇവളെ കുറിച്ച് കൽപ്പിക്കുന്ന ചോദിച്ചത്. ഇപ്പൊ മരണത്തിനുള്ള വിധി കൽപ്പിക്കണമെങ്കിൽ അതിന് അധികാരമുള്ള ആള് അതിനുള്ള അനുവാദം കൊടുക്കണം. അപ്പോൾ അന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായതുകൊണ്ട് അതിനുള്ള അധികാരം അന്നത്തെ മഹാപുരോഹിതനോ മറ്റുള്ള ആർക്കും ഇല്ലായിരുന്നു. അത് റോമൻ ഗവൺമെന്റ് ആയിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രവചന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ പ്രവചനം പോലും നിവർത്തിയിരിക്കപ്പെടാതെ പോയാൽ അതെല്ലാം നാം ജനിക്കുന്നതിന് മുമ്പ്, മനുഷ്യൻ ഉരുവാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, തിരുവനന്തപുരത്തുനിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകത്തില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന്ന് വള്ളി പുള്ളി വ്യത്യാസപ്പെടുകയില്ല എന്നുള്ള. ആകാശം ഭൂമിയും മാറിപ്പോകും, അത് നിശ്ചയമായിട്ട് മാറിപ്പോകും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്ന് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിറവേറപ്പെടും എന്നതിന്റെ വ്യക്തതയാണ് ക്രിസ്തുവിന്റെ മരണം. യേശു ക്രിസ്തു അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അവനെ ക്രൂശീകരണമായിരുന്നു പറഞ്ഞിരുന്നത്. ക്രൂശിൽ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കയറണമെന്നുള്ളത് ദൈവവ്യവസ്ഥയായിരുന്നുകൊണ്ട് അത് അങ്ങനെ ചെയ്തു. അപ്പൊ അങ്ങനെ യേശു തന്റെ മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞത് അത്രേ. അവരോട് പറഞ്ഞു, നിങ്ങളെവിടെ എന്നെ കാണാൻ വരുന്നു? ഇന്ന് പെസഹയാകുന്നു, അധികം താമസിയാതെ ആ ചില മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ഉയർത്തപ്പെടാൻ പോകുകയാ. രാത്രിയിൽ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ നാം ദർശിച്ചാൽ നമ്മുടെ മുഖം പ്രകാശിതമായി തീരുവാനിടയത്തിലും. അവനെ ദർശിക്കും തോറും നമ്മുടെ ഇരുൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇരുൾ നമ്മളിൽ ഒട്ടും ഇരുളില്ലാതെ പൂർണ്ണമായും നാം വെളിച്ചത്തിന്റെ മക്കളാകണമെങ്കിൽ നമ്മുടെ നോട്ടം ഒരിക്കലും മാറിപ്പോകരുത്. ക്രിസ്തുവിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുള്ള ആ ക്രിസ്തുവിനെ ദർശിച്ചുള്ള ജീവിതത്തിന് മാത്രമേ പൂർണ്ണമായിട്ടുള്ള വെളിച്ചത്തിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. ക്രിസ്തുവിന് പകരമായ മറ്റെന്തെങ്കിലേക്കെങ്കിലും നമ്മുടെ ശ്രദ്ധ നാം മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിലും ക്രിസ്തുവിനെ നമുക്ക് ദർശിക്കാം. നമുക്ക് വേണ്ടി 2000 വർഷം മുമ്പ് കാൽവറിയുടെ ആ കൊലക്കളത്തിൽ യേശു ക്രിസ്തു ക്രൂശുമേൽ 3 ആണികളിൽ അവൻ തൂക്കപ്പെട്ടത് നമുക്ക് വെളിച്ചമായി തീരുവാൻ, ജീവനായി തീരുവാൻ, നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ്. അതേക്കുറിച്ചൊക്കെ പിന്നീട് തുടർന്ന് അതേക്കുറിച്ചുള്ള വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവര് പറയാണ്, ഞങ്ങൾ കേട്ടിരിക്കുന്നത് ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്നുള്ളതാണ്. കാരണം പ്രവചനങ്ങളിൽ നിരവധി ഭാഗങ്ങളിൽ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യേശു എന്നേക്കും ഇരിക്കുന്നുള്ളത്. നമുക്ക് സങ്കീർത്തനങ്ങളിലൊക്കെ അതേക്കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിലൊക്കെ സൂര്യൻ ഉള്ളിടത്തോളം കാലം എന്നേക്കും നിൽക്കുന്നതിനെ കുറിച്ചും അവന്റെ ആധിപത്യം എന്നേക്കും ഉള്ളതാണെന്നുള്ളതൊക്കെ ന്യായപ്രമാണ പ്രവചന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവര് പറയുകയാണ്, അങ്ങനെ നീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. കാരണം 89-ാം സങ്കീർത്തനം 36, 37 വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഈ സങ്കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചും പഠിച്ചും പരിചിതമായിരിക്കുന്നവരാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വേദപുസ്തകം വായിച്ചും ഇപ്പോഴും പലരും വായിച്ചു കേൾക്കാറുണ്ട്. അപ്പോൾ ആ വായിച്ചു കേൾക്കുന്നതിന്റെ ആത്മീയ പശ്ചാത്തലം മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അവർക്കത് രക്ഷപ്പെടാൻ കഴിയാതെ. അപ്പൊ 89-ാം സങ്കീർത്തനം ഒക്കെ വായിച്ചും ഈ മനുഷ്യപുത്രനെ കുറിച്ച് അവൻ എന്നേക്കും ഇരിക്കുമെന്നും ദൈവപുത്രൻ വരുമെന്നും ദൈവപുത്രൻ രാജ്യം സ്ഥാപിക്കുമെന്നും ഒക്കെ അറിയാവുന്നവർക്ക് അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആത്മീയ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ് അവരന്ന് അവനോട് പ്രകാരം ചോദിച്ചത്. ഞാൻ ഒരു ഉദാഹരണമാണ് 89-ാം സങ്കീർത്തനം അതിന്റെ 36, 37 വാക്യങ്ങൾ വെളിപ്പെടും. ഇങ്ങനെ നിരവധി വാക്യങ്ങൾ യേശു ക്രിസ്തു എന്നേക്കും ഇരിക്കും അല്ലെങ്കിൽ ദൈവത്തിന് എന്നേക്കും ഇരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളതുണ്ട്. ഉള്ള നിരവധി ഭജനങ്ങളുണ്ട്. അതൊന്നും എടുത്ത് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കും. 46 വിളിക്കുന്നത്, അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം എന്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും. അത് ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്തത സാക്ഷിയെ പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും. ഇപ്പോൾ ദാവീദിന്റെ സന്തതിയെക്കുറിച്ച് അതിന്റെ 89-ാം സങ്കീർത്തനം
35 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു, ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം എൻ്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും. അത് ചന്ദ്രനെ പോലെയും അവന്റെ വിശ്വസ്ത സാക്ഷിയെ പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും. ഇങ്ങനെയുള്ള നിരവധി ദൈവജനങ്ങൾ വായിച്ചിട്ടുള്ള ദാവീദിന് സന്തതിയായി വരുന്ന യേശുക്രിസ്തു, ദാവീദ് പുത്രൻ, അവന്റെ സിംഹാസനം സ്ഥിരമായിരിക്കും, നിത്യമായി സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ സ്ഥിരമായിരിക്കുമെന്നൊക്കെ വായിച്ചു കേട്ട് ചിന്തിച്ചിട്ടുള്ളവർക്ക് യേശു പറഞ്ഞത് മനസ്സിലായപ്പോൾ, യേശു മരിക്കാൻ പോകുന്നു എന്നുള്ള വിധം, അവൻ മരിക്കും, അവനെ ഉയർത്തപ്പെടാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്, കൊല്ലാൻ പോവുകയാണെന്നുള്ള പറഞ്ഞപ്പോൾ അവർ പറയുക, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? മയത്തപ്പെടാൻ നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആരെന്ന് ചോദിച്ചു. അതിന് യേശു അവരോട്, ഞാൻ ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുകയും, ഇരുൾ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീനെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് വ്യക്തമാക്കി അവരോട് പറഞ്ഞു, ഇരുളും വെളിച്ചം എന്താണെന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഇരുളും വെളിച്ചവും അത് എന്താണെന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് ഇരുളും വെളിച്ചവും തമ്മിൽ വേർപെടുത്തിയിരിക്കുന്നത്. അത് ഒന്നാമത്തെയാ നമുക്കറിയാം, ദൈവത്തിന് ആത്മാവ് വെള്ളത്തിൻ്റെ പരിവർത്തിച്ചുകൊണ്ടു ആഴത്തിൻ മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഈ ഇരുൾ എന്നുള്ളത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന രാത്രിയെക്കുറിച്ചല്ല, അത് പിന്നീടാണ് രാത്രിയും വെളിച്ചമുണ്ടായത്. പകൽ 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലുമായിട്ടുള്ള മനുഷ്യനെ സൃഷ്ടിച്ച ഭൂമിയെ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷമാണെങ്കിൽ, അത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പാണ് ഇരുൾ എന്നുള്ളത്. നമുക്കറിയാം, ലൂസിഫർ സാത്താനീയ ശക്തിയായി മാറി, ഇരുളായി മാറി. അതാണ് ഇരുൾ എന്ന് പറയുന്നത്. ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന് ആത്മാ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഈ വെളിച്ചം, ഈ ഇരുൾ എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കിയത്. ഇപ്പം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുക സത്യ വെളിച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ, അവന്റെ മൂക്കിൽ ശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നതിന്റെ അർത്ഥം, മനുഷ്യൻ ദൈവം ആദ്യത്തെ സൃഷ്ടിച്ചപ്പോൾ, മണ്ണുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ, അവൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മൃഗങ്ങളെ പോലെയൊക്കെ ജീവനുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ, അവനിൽ ഓക്സിജൻ എടുക്കുന്ന കൈകാലുകൾ ബലമുള്ള അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമായിരിക്കുന്ന ഒരു മനുഷ്യനാണ് കർത്താവിന്റെ കര വിഴുതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലും മൂക്ക് ശ്വാസം ഊതിയപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള വെച്ചെന്നല്ല എൻ്റെ അർത്ഥം. ജീവനുള്ള ദേഹിയായി തീർന്നവർ, ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം ദേഹവും ദേഹിയും ഉണ്ടായിരുന്നു. അവനിൽ ദൈവത്തിന് ജീവശ്വാസം വന്നപ്പോൾ ആണ് അവൻ വെളിച്ചമുള്ളവനായി തീർന്നത്, തേജസ്സുള്ളവനായി തീർന്നത്, അവൻ പരിജ്ഞാനമുള്ളവനായി തീർന്നത്, വിവേകമുള്ളവനായി തീർന്നത്, വേർപിരിവുള്ളവനായി മാറിയത്. അതാണ് വെളിച്ചം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചമാണ് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിലാണ് ഒരുവന്റെ ആന്തരികമായിരിക്കുന്ന ആത്മീയ ഇരുൾ മാറി അവനെ വെളിച്ചമുള്ളതാക്കി തീർക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ജീവനുണ്ട്, ദേഹമുണ്ട്, ജീവനുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിലേക്ക് എത്തുമ്പോൾ, ആ വെളിച്ചത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ അവനിൽ വിവേകമുണ്ടാകുകയുള്ളൂ. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനും വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഗ്രഹിച്ചെടുക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുമുള്ള കാഴ്ചപ്പാടുകൾ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നത് ഈ വെളിച്ചം വരുമ്പോഴാണ്. അതുവരെയും ഇരുളിൽ തപ്പിത്തടഞ്ഞു പോവുകയാണ്. ഇരുൾ നടക്കുന്ന എവിടേക്ക് പോകുന്നതെന്ന് അറിയുന്നില്ല. എവിടേക്ക് പോകുന്ന അറിഞ്ഞാൽ രക്ഷപ്പെട്ടേനെ. ഇരുൾ നടക്കുന്നവർ നരകാഗ്നിയിലേക്കാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും എപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, ഒരു മനുഷ്യൻ നിത്യ നരകാഗ്നിയിലേക്ക് പോയി കഴിയുമ്പോഴുള്ള ആ വലിയ പരമദയനീയമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ അതേക്കുറിച്ച് ചിന്തിക്കാൻ കൂടെ കഴിയത്തില്ല. നമ്മൾ യഥാർത്ഥമായി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്ത നിത്യതയോളം ഇരുളിൽ കിടന്ന കണ്ണുനീരും കയ്പുമായി പല്ലുകടിയുമായി നിത്യനരകാഗ്നിയിലേക്ക് വീഴുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചെടുക്കുവാൻ നമുക്ക് കഴിവില്ല, കാവതില്ല. നമ്മൾ ചിന്തിച്ച് നോക്ക്.
നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ആരെങ്കിലും പോകുന്നെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മനുഷ്യ വംശത്തിന്റെ രക്ഷ എന്നുള്ള വിഷയം വളരെ അധികം കരുതലോടെ ദിവസം നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഏതെങ്കിലും വിധത്തിൽ ആ രക്ഷ സർവ്വ മനുഷ്യർക്കും ലഭിക്കത്തക്കവണ്ണം അവരുടെ കണ്ണുകൾ പ്രകാശിതമായി തീരുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ഉപകാരങ്ങളെക്കാൾ നാം ചെയ്യുന്ന ഏത് വലിയ പരോപകാരങ്ങളെക്കാൾ ഏറ്റവും വലുതായിട്ടുള്ളത് ഒരു മനുഷ്യൻ നിത്യനരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അവന് ഏതെങ്കിലും വിധത്തിൽ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ദൈവത്തിന് കരുണ തോന്നുവാൻ. ദൈവത്തിന് കരുണയുണ്ട്, പക്ഷേ ഈ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ദൈവം പ്രവർത്തിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ച ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? ദൈവത്തിന്റെ സ്നേഹമില്ലേ? ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി മനുഷ്യനെ രക്ഷിച്ചാൽ പോരെ? അതെ, ദൈവം വഴി തുറന്നു തന്നു, ദൈവം വഴി തുറന്നു. എന്നാൽ നമുക്ക് പ്രതിയോഗിയായിരിക്കുന്ന സാത്താൻ പരാജയപ്പെടുന്നത് മറ്റുള്ളവർ ദൈവമക്കൾ ഒരുവന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രവർത്തിപ്പാൻ കഴിയും. അപ്പോൾ സാത്താനിക നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമുക്ക് വേണ്ടി അഭയാന കഴിക്കാൻ പരിശുദ്ധമായ ഭൂമിയിലുണ്ട്. നമുക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കുവാൻ പിതാവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പുത്രനാം ദൈവമുണ്ട്. എന്നാൽ നശിച്ചു പോകുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ചുമതല, ഉത്തരവാദിത്വം തന്നിരിക്കുന്നത് വെളിച്ചത്തിന്റെ മക്കളായിരിക്കും ദൈവമക്കൾക്കാണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അതിന്റെ അർത്ഥം ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പൊതുവായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി എല്ലാം നാം പ്രാർത്ഥിക്കുന്നുണ്ട്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് ഒരു ദിവസം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നത്. പക്ഷെ അതിന്റെ ആഴവും അർത്ഥവും പലപ്പോൾ നമുക്കിന്ന് അറിയത്തില്ല. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സാത്താന്റെ വായടയ്ക്കാൻ കഴിയും. എൻ്റെ മക്കൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല എന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് 5 പേർ നീതിമാന്മാരെ കൊണ്ട് ഞാൻ അവിടെ നശിപ്പിക്കുന്നത്. ഒരുപക്ഷെ ആ ദേശത്ത് അത്രയും ഇല്ലെങ്കിലും ആ രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുതിയ നിയമത്തിൽ ഉള്ളത് കൊണ്ട് ആണ് പലതും നശിക്കാതിരിക്കുന്നത്. രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാ. നാം ചെയ്തെടുക്കുന്നത് ചെറിയൊരു കാര്യമല്ല. നാം ആഗ്രഹിക്കുന്നത്, പരസ്യമായി പ്രസ്താവിക്കുന്നത്, ട്രാക്റ്റ് കൊടുക്കുന്നത്, പരസ്യ പ്രസംഗം നടക്കുന്നത്, ബൈബിൾ ക്ലാസ് നടത്തുന്നത്, ട്രാക്റ്റുകൾ കൊടുക്കുന്നത്, മറ്റു ഏതെങ്കിലും വിധത്തിൽ ഈ സുവിശേഷം വെളിച്ചം മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ ചെയ്യുന്നത് നാം വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവരാണ്. എന്നാൽ പൈശാചികൻ ചെയ്യുന്നത് നമുക്കറിയാം. രഹസ്യമായിട്ടവൻ അനേക തലമുറകളെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ മുതൽ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെടുത്തി സുബോധം നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി അവൻ ഈ ദിവസങ്ങളിൽ കിണഞ്ഞു പരിശ്രമിച്ച് എത്രയോ കുടുംബങ്ങളാണ് വേദനയും പരാജയങ്ങളുമായി തീർന്നത്. അത് രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുക. അതിനെതിരെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും ഉണർന്ന് പ്രവർത്തിക്കുക അത് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇരുളിന്റെ പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അത് പുറത്തു പറയാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, സുബോധമായിരിക്കുന്ന പഠിക്കുന്ന നല്ല കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി അവര് ഇങ്ങനെയുള്ള ഈ കൂട്ടുകെട്ടിൽ പെടുത്തി ഇരുളായിരിക്കുന്ന സാത്താൻ വശീകരിച്ച് അവരെ എത്രയോ കുടുംബങ്ങളെയാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും പ്രസംഗിക്കുന്ന സുവിശേഷം, പരസ്യമായി പ്രസംഗിക്കുന്ന സുവിശേഷം ഒരിക്കലും ഒരു കുടുംബത്തെ പോലും തകർത്ത് കളഞ്ഞിട്ടില്ല. ഒരു കുടുംബം പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പാപത്തിലും പരാധീനതകളിലും വിഷമതകളിലും ഇല്ലായ്മകളിലും കടന്ന് നട്ടം തിരിഞ്ഞവരെ രക്ഷിച്ചതാണ് ക്രിസ്തുവിന്റെ മാർഗം. അതാണ് പരസ്യമായി പ്രസ്താവിക്കുന്നത്. എന്നാൽ ലോകത്തിന്റെ ഇരുളിന്റെ സാത്താനിക ശക്തി പരസ്യമായി പറയാൻ കഴിയാത്ത വിധത്തിൽ അവർ ഇരുളിന്റെ പ്രവൃത്തികൾ രഹസ്യമായി ചെയ്യുന്ന മുഖാന്തരമായി പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സുബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പരസ്യമായി ഇത് പ്രസ്താവിക്കാതിരിക്കാൻ വേണ്ടി അതിനെ തടയുന്നത് സാത്താനിക ശക്തിയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വന്നിട്ട് ഏതെങ്കിലും കുടുംബം നശിച്ചു പോയിട്ടുണ്ടോ? യേശുവിൽ വന്നത് മുഖാന്തരമായി ആരെങ്കിലും, ഏതെങ്കിലും വ്യക്തി അവൻ നിരാശനായി പോയിട്ടുണ്ടോ? ദുഃഖിതനായി പോയിട്ടുണ്ടോ? അടിമയായി പോയിട്ടുണ്ടോ? സുബോധം നഷ്ടപ്പെട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ മറ്റുള്ള ഏതെങ്കിലുമുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുന്നത്, അത് ഉണ്ടാകുമ്പോഴും ക്രിസ്തുവിൽ വരുന്ന വ്യക്തികൾക്ക്
വെളിച്ചമാണ്. അവർ ദൈവമക്കളായി തീരുകയാണ് ചെയ്യുന്നത്. അത് പരസ്യമായി ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കലും രഹസ്യത്തിൽ ചെയ്യാതെ പരസ്യത്തിൽ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നത്, ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടണം. നമുക്ക് വേണ്ടി എത്രയോ പേർ കരഞ്ഞിട്ടുണ്ടെന്നറിയാമോ? നമുക്ക് വേണ്ടി എത്രയോ പേർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാമോ? പണ്ടൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, പ്രാർത്ഥനയുടെ സ്ഥലങ്ങളിൽ ദൈവമക്കൾ ഉരുണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അവര് ആത്മാക്കൾ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുരുളുമായിരുന്നു. ആരുമില്ലാത്ത ഹോളുകൾക്കകത്ത് കയറി ഉരുണ്ട് പ്രാർത്ഥിക്കും. ദൈവമേ, ഇതിനകത്ത് ആൾക്കാരെ തരണമേ എന്ന് പ്രാർത്ഥിക്കും. കാരണം അത്രമാത്രം ആത്മഭാരം ഉള്ളവരായിരുന്നു. ഇന്ന് വിവിധ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. വെളിച്ചം എത്തട്ടെ എല്ലാ ഹൃദയങ്ങളിലും. ഇരുളായിരിക്കുന്നവൻ വെളിയിൽ പോകട്ടെ, കർത്താവ് പറഞ്ഞ വചനം നിവൃത്തിയാകട്ടെ. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. അപ്പോൾ ലോകത്തിന്റെ പ്രഭുവിനെ ന്യായം വിധിച്ച ക്രിസ്തുവിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഇരുളായിരിക്കുന്നവനെ പുറത്തു തള്ളിക്കളയും. ഇന്ന് രാത്രിയിലെ സന്ദേശം മുഖാന്തരമായും അനേക വ്യക്തിയുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇരുളിനെ തള്ളിക്കളഞ്ഞ് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ വിശ്വസിച്ച് അവൻ വസിക്കുന്ന ഹൃദയങ്ങളെ തിരുവാൻ ദൈവാത്മാവ് ഇടയാക്കണം. അതിനുവേണ്ടിയാണ് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ദൈവമക്കളായിരിക്കും നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, മറ്റുള്ള ആരും നശിച്ചു പോകരുത്. കർത്താവിന്റെ വചനം പറയുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതേ ആഗ്രഹമാണ് നമുക്കുള്ളത്. ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടമാണ് ദൈവസഭ. ദൈവമക്കള് നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റാരും നശിച്ചു പോകാതെ. അതുകൊണ്ടാണ് അടികിട്ടുമ്പോഴും കൊന്നു കളയുമ്പോഴും ഒക്കെയും ദൈവമക്കൾ പറയുന്നത് ആരും നശിച്ചു പോകരുത്, അവർ അവരോട് ക്ഷമിക്കാൻ പറയുന്നത്. ക്രിസ്തു കാണിച്ച അതേക്കുറിച്ച് ഞാൻ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം വേഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നോളി. ഇപ്പോൾ ഇരുള് പിടിക്കുന്ന ശക്തിയാണ്. ഇരുൾ പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ദൈവം പറയുന്നത് അവന് പിടിച്ചടക്കാൻ കഴിയത്തില്ല. ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ വേണ്ടി വെളിച്ചത്തിൽ വസിച്ചുള്ളൂ. സാത്താന്റെ കരങ്ങൾ നമ്മളെ പിടിക്കാതിരിക്കുവാൻ, തലമുറയെ പിടിക്കാതിരിക്കുവാൻ, ലോകത്തെ പിടിക്കാതിരിക്കുവാൻ ദൈവം പറയുന്നത്, ഇരുൾ നിങ്ങളെ ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുകയും. അതായത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നിൽ നടന്നാൽ ഇരുൾ നിന്നെ പിടിക്കത്തില്ല. ദൈവത്തിൽ നടന്നാൽ ഇരുൾ നമ്മളെ പിടിക്കത്തില്ല. വെളിച്ചം നമ്മൾ വ്യാപരിക്കും. ആ വെളിച്ചത്തിന്റെ അകത്ത് ഇരുൾ വരുവാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, ഇരുൾ എവിടുന്ന് മാറിപ്പോകുന്നു, വെളിച്ചം വരുന്നിടത്ത് ഇരുൾ ഇല്ലാതായിത്തീരും. നമ്മളൊരു മുറി രാത്രി അയക്കുന്ന മുറിയിൽ ഒരു ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അവിടെ ഇരുൾ അപ്രത്യക്ഷമാകുക, കാണുന്നില്ല. അതുപോലെ ക്രിസ്തു ഒരുവനിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഇരുൾ മാറി വെളിച്ചമായി തീരും. ഈ വെളിച്ചത്തിന്റെ ശക്തി, ആ പവർ കൂടുന്തോറും ആ ഉള്ളിലെ തേജസ് വർദ്ധിക്കും തോറും, അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു ചെറിയ ഒരു വെളിച്ചമായി തുടങ്ങുന്നത് അത് കെട്ടുപോകുകയല്ല. അനുദിനമായ ദൈവ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അത് വർദ്ധിച്ച് വെളിച്ചം വർദ്ധിക്കുവാൻ ഇടയാത്തരും. അതിനെയാണ് നമ്മളിൽ ജീവന്റെ വർധനവെന്ന് പറയുന്നത്. നമ്മൾ ആരംഭിച്ച ചെറിയൊരു തിരുനാളം പോലെ രക്ഷയുടെ പ്രവൃത്തി മുഖാന്തരമായി ഇരുൾ മാറുന്ന ഒരു പ്രക്രിയയായി ഹൃദയം തുറക്കപ്പെടുവാനിടയെത്തുന്നപ്പോൾ അത് മുഖാന്തരം ക്രിസ്തുവിന്റെ വെളിച്ചം പ്രകാശം ഇരുൾ മാറിപ്പോയി. എന്നാൽ അത് നമ്മളെ പിടിക്കാതിരിക്കണമെങ്കിൽ, അന്ന് രക്ഷിക്കപ്പെടുന്ന ആളിലെ ഒറ്റ വാക്യം കൊണ്ട് പറ്റത്തില്ല. അത് നമ്മളെ പിടിക്കാം. അതിനുവേണ്ടിയാണ് നാം അനുദിനമായി പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും അതനുസരിച്ച് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലുള്ള വെളിച്ചം വർദ്ധിക്കും, തേജസ് വർദ്ധിക്കും. തേജസ് മേൽ തേജസ് പ്രാപിച്ച് അവന്റെ അതേ പ്രതിബിംബമായി നാം മാറ്റപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് നിരന്തരമായ പ്രാർത്ഥനയും വചനധ്യാനവും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലെ, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും ഇരുൾ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളുവീൻ എന്ന് പറയും. അപ്പോൾ വെളിച്ചത്തിൽ നടക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വെളിച്ചത്തിൽ നടന്നില്ല എങ്കിൽ ഇരുൾ നമ്മളെ പിടിക്കും. അതുകൊണ്ട് അങ്ങനെ ഇരുൾ പിടിക്കാതിരിക്കുവാൻ, വെളിച്ചത്തിൽ നടക്കുവാൻ, ക്രിസ്തുവിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കാനാണ്
കർത്താവ് ഇവിടെ പറഞ്ഞത്. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ ഇരുളിലാണോ വെളിച്ചത്തിലാണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ സിമ്പിൾ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം പല രോഗങ്ങളും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലബോറട്ടറി ഉണ്ട്. ലാബിൽ പോയി എത്ര ടെസ്റ്റുകളല്ലേ. ഞാൻ വിചാരിക്കും ഇത്രയും ടെസ്റ്റുകളൊക്കെ ഇതെങ്ങനെ മനുഷ്യൻ കണ്ടുപിടിച്ചതിനെ ചിന്തിക്കാറുണ്ട് അല്ലേ. എന്തെല്ലാം ടെസ്റ്റുകളാ ഒന്നാലോചിക്കും. ഒരു ലാബ് ടെസ്റ്റിനകത്ത് മനുഷ്യന്റെ ടെസ്റ്റുകളെ കുറിച്ച്, ബ്ലഡിനെ കുറിച്ച് തന്നെ എന്തെല്ലാം ടെസ്റ്റുകൾ, പേര് പോലും നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ വിചാരിക്കും ഇതൊക്കെ മനുഷ്യൻ എങ്ങനെ കണ്ടുപിടിച്ചു, ഇത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച്, അവന്റെ രോഗത്തെക്കുറിച്ചൊക്കെ എത്രയോ എണ്ണമറ്റ, ഞാൻ പറഞ്ഞ എത്രയോ കാര്യങ്ങളാണ് ടെസ്റ്റ് ഓരോ ദിവസവും ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളൊരു വലിയൊരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളെല്ലാം നടത്തി അവന്റെ കുറവുകൾ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ ഒരൊറ്റ സിമ്പിൾ ടെസ്റ്റ് കൊണ്ട് ഒരു മനുഷ്യൻ വെളിച്ചത്തിലാണോ ഇരുളിലാണോ എന്ന് കണ്ടുപിടിക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമുക്ക് വഴിത കാണിച്ചിരിക്കുക. മനുഷ്യന്റെ രോഗം അവന്റെ ശരീരമരണത്തിൻ്റെയൊക്കെ അവനെ നയിക്കുവാനുള്ള രോഗത്തെ കണ്ടുപിടിക്കുവാൻ ലാബിൽ ടെസ്റ്റുകളുണ്ട്, സ്കാനിങ് ഉണ്ട്. അങ്ങനെ പലവിധമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അവന്റെ എൻഡോസ്കോപ്പി മറ്റുള്ള പല കാര്യങ്ങളുണ്ട്. അവൻ ആന്തരികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണാൻ കഴിയും, പഠിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എക്സാമിൻ ചെയ്ത് മനുഷ്യന്റെ രക്തവും മറ്റു പല കാര്യങ്ങളെയും എടുത്ത് പരിശോധിച്ച് അവനെ മനസ്സിലാക്കിയെടുത്ത് അവനെ ക്യൂർ ചെയ്യാനുള്ളതായ പരമാവധി കാര്യങ്ങൾ ചെയ്യുവാൻ ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന് കഴിയുമെങ്കിൽ കർത്താവ് പറഞ്ഞു ലോകത്തെ രണ്ടായി തരംതിരിച്ചുകൊണ്ട്, ഒന്ന് ഇരുളിന്റെ മക്കൾ, രണ്ട് വെളിച്ചത്തിന്റെ മക്കൾ. സർവ മനുഷ്യനെയും ആദിവംശത്തിൽ പിറന്ന സകല മനുഷ്യരെയും യേശു ഒഴികെ, യേശു അവൻ ആദമവംശത്തിൽ ജനിച്ചവനല്ല, ക്രിസ്തു ഒഴികെ ലോകത്ത് ജനിച്ച സകല മനുഷ്യൻ രണ്ടായി വിഭജിക്കാം. ഒന്ന് ഇരുളിന്റെ മനുഷ്യൻ, രണ്ട് വെളിച്ചത്തിന്റെ മക്കൾ. നമ്മൾ ലോകത്ത് ജനിക്കുമ്പോൾ വെളിച്ചത്തിന്റെ ഭാഗമായിട്ടാണ് ജനിക്കുന്നതെന്നാൽ എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഇരുളായി മാറി. അതുകൊണ്ടാണ് നാം എല്ലാം മുമ്പ് ഇരുളായിരുന്നു എന്നൊക്കെ എഫെസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിക്രമങ്ങളായാലും പാപങ്ങളായും മരിച്ചവരായിരുന്നു, ഇരുളായിരുന്നു. അപ്പോൾ ഈ ഇരുളായിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും തിരിച്ചറിവുണ്ടായി അവൻ ഭേദാഭേദങ്ങൾ തിരിച്ചറിയേണ്ട പ്രായത്തിൽ നിന്ന് അവനായി ബാല്യപ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാ മനുഷ്യരും വഴിതെറ്റി പോകുന്നത് ഇപ്രകാരമുള്ള ഒരു ലോകത്തിലേക്കാണ്, ഇരുളിലേക്ക് പോകുന്നത്. കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ ദൈവമക്കളുടെ നമ്മൾ സംശയിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതൽ സൺഡേ സ്കൂളൊക്കെ പഠിച്ച് അവരൊക്കെ വളർന്നതല്ല, അവര് പാപം ചെയ്തോ, അപ്പോൾ ആ വചനം ശരിയാണോ സംശയം തോന്നാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അവര് ഒരുപക്ഷെ പ്രത്യക്ഷമായിട്ടുള്ള, ഒരുപക്ഷെ ഞാനും ഞങ്ങളും വിശ്വാസത്തിൽ വന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതം പോലെ ആയിരിക്കത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർക്ക് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവർ ചെയ്യാതെ വളർന്നു വന്നു എന്നതുകൊണ്ട് അവർ പാപമില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഏത് മനുഷ്യനും പാപത്തിന് അടിമയാണ്. ഒറ്റതയുള്ള വിശ്വാസം ഉത്ഭവിക്കാത്ത എല്ലാം പാവമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവിശ്വാസം ഉണ്ടാകാത്ത ഒരു മനുഷ്യൻ പോലും ലോകത്തിലില്ല. വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്ത എല്ലാം പാവം. അപ്പോൾ ഒരുപക്ഷെ അവർ വളർന്നു വരുമ്പോൾ ഈ അപ്പനും അമ്മയെ ആരാധിക്കുന്ന ദൈവം ശരിയാണോ എന്നൊരൊറ്റ ചിന്ത വന്നാൽ മതി, പാവിയായി. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഒരുപക്ഷെ അവർ പ്രത്യക്ഷത്തിൽ പ്രകടമായ രീതിയിൽ പാപം ചെയ്തിട്ടില്ലെങ്കിലും വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തത് എന്തെങ്കിലും വന്നാൽ പാപത്തിന്റെ ഇരുളിൽ അവിടെ വ്യാപരിച്ചു. അതുകൊണ്ടാണ് സകല മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതുകൊണ്ട് നമ്മള് ദൈവമക്കളുടെ മക്കൾ അവരാത്മീയ അനുഭവത്തിൽ ജനിച്ചു വളർന്നു. എന്നാൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവർക്കത് അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ പാപം പ്രവേശിച്ചിട്ട് അവിശ്വാസം വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്ത് ജനിച്ച ഒരൊറ്റ മനുഷ്യൻ പോലും നമുക്ക് പറയാൻ കഴിയത്തില്ല വിശുദ്ധനാണെന്ന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സകല മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു പറയുന്നത്. അപ്പൊ അവിശ്വാസം, ഞാൻ പറഞ്ഞാലും പുറമേയുള്ള പാപങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിശ്വാസം ഉടലെടുത്തിട്ടുണ്ട്. അവിശ്വാസം ഉടലെടുക്കാനുള്ള വഴികൾ, സാധ്യതകളുണ്ട്. അവിശ്വാസം ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുവാനും കാരണമായി തീർന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് കാരണം ചോദ്യങ്ങൾ പിന്നീടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി പറയുമ്പോൾ ജഡത്തിൽ ജനിച്ച മനുഷ്യന്റെ എല്ലാ മനുഷ്യർക്കും പാപം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ലോകത്തിലില്ല. ചിന്ത കൊണ്ടെങ്കിലും പാപം ചെയ്യാത്ത ഒരൊറ്റ വ്യക്തി പോലും ലോകത്തിൽ. അതുകൊണ്ടാണ് എല്ലാവരും പാപം ചെയ്തു.
ദൈവദേശം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് കർത്താവ് മൂട എന്ന് പറഞ്ഞാൽ അഗ്നിരകത്തിന് യോഗ്യനാകുമെന്ന കർത്താവ് പറഞ്ഞത്. ഇപ്പോൾ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇരുളെന്നുള്ളത് നമ്മൾ പുറമേ കാണുന്ന മനുഷ്യൻ പറയുന്ന പാപത്തിൽപ്പെടുന്ന പട്ടികയിൽപ്പെടുന്ന മാത്രമല്ല, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായ ഒരുവനെ നിസാര എന്ന് വിളിച്ചാൽ അതുപോലും പാപമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന്? ഒരു മനുഷ്യന് പോലും പറയാൻ കഴിയത്തില്ല. എത്രയോ പാപങ്ങളാണ് നാം ചെയ്തു കൂട്ടത്. പാപത്തിന്റെ വ്യത്യസ്തത കാണും. ഞാൻ പറയട്ടെ, ചെറിയ പാപമെന്നോ വലിയ പാപിയെന്നോ കഠിന പാപിയെന്നോ രക്ഷിക്കപ്പെടുമ്പോൾ വേർതിരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ചെറിയ പാപമെന്നോ അവിടെ വ്യത്യാസമില്ല. എന്നാൽ മരിക്കുന്ന സമയത്ത് അത് പാപിയായിട്ടാ മരിക്കുന്നെങ്കിൽ പാപിയാണോ കഠിന പാപിയാണോ എന്ന് നോക്കും. രക്ഷിക്കപ്പെടുന്ന സമയത്ത് നീ ചെറിയൊരു പാപം ചെയ്തോന്നോ വലിയൊരു പാപം ചെയ്തോന്നോ അല്ല. കാരണം ഇതിന്റെ മറുവിലയായിരിക്കുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ്. ആ വില ഒന്നാണ്. അപ്പോൾ ചെറിയ പാപം ചെയ്തൊരു വ്യക്തി എന്ന് വിചാരിക്കുന്ന വ്യക്തിയുടെയും കഠിന പാപം ചെയ്ത ആളെ രക്ഷിക്കുന്നതും രണ്ട് മാർഗത്തിലോ ഒരൊറ്റ മാർഗത്തിലാണ്. അത് യേശുവിന്റെ രക്തത്തിൽ. അതുകൊണ്ട് അവന് രക്ഷിക്കപ്പെടുന്ന സമയത്ത് വ്യത്യാസമില്ല. ചെറിയ ഭാവിയെന്നും വലിയ ഭാവിയെന്നോ കഠിന ഭാവിയെന്നോ വ്യത്യാസമില്ല. പലർക്കും ഈ രക്ഷയുടെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ അതുകൊണ്ട് കഥ പറഞ്ഞു, നിന്റെ പാവം എത്ര കടിഞ്ഞു വെപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുക. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം എടുക്കുന്നത് ചില ഹൃദയങ്ങളും സംശയങ്ങൾ മാറാൻ വേണ്ടിയാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ പൗലോസ് പറയുക, ശൗലായിരുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ ആ പാപികളിൽ ഒന്നാമനാ. കാരണം എൻ്റെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്ന കൃപ വിചാരിക്കുമ്പോൾ അവന്റെ രക്തമാണ് എന്നിൽ തന്നിരിക്കുന്നത്. അത് സമ്പൂർണമായി എന്നെ ശുദ്ധീകരിക്കുന്നതാണ്. അത് മറ്റൊരു മാർഗമില്ല. അപ്പോൾ യേശുവിൽ ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വില ക്രിസ്തുവിന്റെ രക്തമാണ്. അതിന് ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ല. നമ്മെ എല്ലാവരെയും, അത് വലിയ പാപം ചെയ്തവരെയും ചെറിയ പാപം ചെയ്തവരെയും, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ ചിലർ പറയാനുണ്ട്, എനിക്ക് വിശ്വാസം വരുന്നതിന് മുമ്പും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വന്നതിന് ശേഷവും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നാം തെറ്റിപ്പോയി. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നാം ഇരുളായിരുന്നു, നാം മരണമായിരുന്നു, പാപത്തിന്റെ പിടിയിലായിരുന്നു, ഇരുളിലായിരുന്നു. അത് ചെറുതാകട്ടെ വലുതാകട്ടെ പറയുന്നല്ലോ, അല്പം മതി അത് പാപമായി തീരുവാൻ, പാപമംഗലമായി തീരുവാൻ. തൈലക്കാരന്റെ തൈലം അത് ഒരു ചത്ത ഈശ അത് മുഴുവനും ഇല്ലാതാക്കുന്നു. അപ്പോൾ പാപത്തിന്റെ അംശം അല്പം മതി അത് മരണത്തിന് ഹേതുവായി തീരുവാനായിട്ട്. അല്ലാതെ വലിയ ഒരു പാപം മാത്രമാണ് അങ്ങനെ ചിന്തിക്കാൻ ഇടയാകണ്ട. ഏത് ചെറിയ കാര്യവും സ്വർഗീയ ദൈവത്തിന് മുമ്പാകെ പാപമാകുമ്പോൾ അത് മുഴുവനും പാപമാണ്. അതിന് പരിഹാരമുണ്ടാകുവാൻ ഒരൊറ്റ മാർഗമുള്ള ക്രിസ്തുവിന്റെ രക്തത്തിനുള്ളതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ചെറിയ പാപിയെന്നും വലിയ പാപി എന്നുള്ള വ്യത്യാസമില്ല. എന്നാൽ മരിക്കുന്ന സമയത്ത് പാപിയായിട്ടാ മരിക്കുന്നെങ്കിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക അനുസരിച്ച് പ്രാപിക്കേണ്ടതിന് തരംതിരിയോടുകൂടി ആണ് മാറ്റപ്പെടുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, മനുഷ്യൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് അവന് ശരീരത്തിൽ ഇരുമ്പോൾ ചെയ്തത് അത് എത്ര വലുതാകട്ടെ എത്ര ചെറുതാകട്ടെ അതിന് പരിഹാരമായി രക്ഷയുടെ മാർഗമായിരിക്കുന്ന ക്രിസ്തുവിന്റെ വെളിച്ചമാകുന്ന കുഞ്ഞാടിന്റെ ജീവനാകുന്ന രക്തത്തിന്റെ മാത്രമേ വിടുതലുള്ളൂ. അതുകൊണ്ട് അവിടെ വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. സകല മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെയാണ് ദൈവം രക്ഷിച്ചത്. അതിനകത്ത് വലിപ്പ ചെറുപ്പമില്ല, എല്ലാവരും ഒരുപോലെ രക്ഷിച്ച് തുടക്കം ഒരുപോലെയാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിലെ വളർച്ചയ്ക്ക് മാറ്റമുള്ള നിരകളുണ്ട്. പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടാത്തവര് ആരെങ്കിലും ഇന്ന് സന്ദേശം കേൾക്കുന്നെങ്കിൽ, നീ ഒരുപക്ഷെ ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് മറ്റു കുഴപ്പമൊന്നുമില്ല എന്ന് പാരമ്പര്യത്തിൽ ഊറ്റം കൊണ്ട് ആരെങ്കിലും ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നുണ്ട്, ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി വിശ്വസിക്കേണ്ട ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടവർ വിശ്വസിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മനുഷ്യപാപത്തിന് പരിഹാരമാറ്റുന്ന യേശുവിൽ ജീവിതം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്റെ വിശ്വാസം വ്യർത്ഥമാണ്. നീ പാപിയാണ്. അപ്പോൾ ആ പാപത്തിൽ നിന്ന് പരിഹാരം നൽകുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ദൈവം ഒരുക്കുന്ന ഒരൊറ്റ മാർഗം, അത് കുഞ്ഞാടിന്റെ തിരുരക്തമാണ്. നമ്മുടെ പാപം എത്ര കടിഞ്ഞുപ്പായിരുന്നാലും അതിനെ വെളുപ്പിക്കുവാൻ കഴിവുള്ള ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിരാത്രി വ്യാപരിക്കുമ്പോൾ നാം വിശുദ്ധിയുള്ളവരായി ഹിമം പോലെ വെളുക്കുവാൻ വെളിച്ചമുള്ളവരായി തീരും.
ഞാൻ നിങ്ങൾ വെളിച്ചമുള്ളവരായിത്തീരുന്ന അനുസരിച്ച്, യേശുവിന്റെ രക്തശക്തി നമ്മൾ വ്യാപരിക്കുന്ന അനുസരിച്ച് നമ്മുടെ അടുത്തുനിന്ന് ഇരുൾ ദൂരെ അകന്നു പോകും. ഇരുൾ നമ്മളെ പിടിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും നമ്മുടെ തലമുറകളെയും കുടുംബത്തെയും ഇരുൾ പിടിക്കാതിരിക്കുവാൻ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മളിൽ ധാരാളമായി അത് വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. വെളിച്ചം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. ആ വെളിച്ചം വർദ്ധിക്കുന്ന അനുസരിച്ച് ഇരുളിൽ നിന്ന് നമ്മളെ പിടിക്കാൻ കഴിയാതെ നാം വിടുതൽ പ്രാപിക്കണം. അത് കഥാവിടെ അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വെളിച്ചത്തിന്റെ മക്കൾ എവിടെ പോകുന്നുവെന്ന് തിരിച്ചറിയുക. നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം എവിടേക്കാ. പലരോടും ചോദിച്ചാൽ പറയും, ഞങ്ങൾക്ക് അറിയത്തില്ല. എവിടേക്കാ പോകുന്നേക്കാ? എവിടെയെങ്കിലും പോകട്ടെന്ന് പറയുന്നവരുണ്ട്. നിറയത്തിലാണെങ്കിൽ നിറയത്തിൽ പോകട്ടെ, സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ പോയി, ഞങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. സുവിശേഷം ഘോഷിക്കുമ്പോൾ പലവിധ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലവർ ഞങ്ങൾക്ക് ഇതൊക്കെ മതി, ഞങ്ങൾക്ക് ഇനി എങ്ങോട്ടാ പോകുന്ന അറിയേണ്ട ആവശ്യം, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ പോയെടുത്ത് പോയാൽ മതി എന്ന് പറയും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പിതാക്കന്മാർ ഒരുപക്ഷെ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് അവരെ ദൈവം ന്യായം വിധിച്ച് അവർ നിത്യജീവന് വേണ്ടി ഒരുപക്ഷെ ഒരുക്കപ്പെടാം. അന്ന് അവര് ഇതുപോലെ കേട്ടിട്ടില്ല സന്ദേശം. രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും അഭിഷേകം പ്രാപിക്കണമെന്നും ജീവിതം നേരെയാക്കണമെന്നുള്ള കാര്യങ്ങൾ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് അവരെ ദൈവം ന്യായം വിധിച്ച് അവർ രക്ഷിക്കപ്പെടും. അവരെ ദൈവം ജീവിതത്തിൽ പേരുണ്ടാക്കിയ നിത്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ അവരെ മാറ്റപ്പെടുമ്പോൾ അറിഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാൻ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തെളിച്ചു പറയട്ടെ. നമുക്ക് ലഭിക്കുന്ന സന്ദേശം അത് ഇപ്പോൾ ലഭിക്കുന്ന വചനത്തിനനുസരിച്ച് നാം കാൽപ്പാടുകളെ വെച്ചിട്ടില്ലെങ്കിൽ നാം തെറ്റിപ്പോകും. അതുകൊണ്ട് ആരും ദിവസങ്ങളിൽ ഞങ്ങൾ പാപം ചെയ്തിട്ടില്ലെന്നോ ഞങ്ങളുടെ പിതാക്കന്മാർ പോകുന്നിടത്ത് പോകാമെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, അപ്പോഴാകുന്ന രക്ഷാ ദിവസം വെളിച്ചത്തെങ്കിൽ വസിക്കുവാൻ, വെളിച്ചത്തിന് മക്കളായി തീരുവാൻ യേശു വെളിച്ചമായി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. അത് ക്രിസ്തുവിന്റെ വചനം. അത് ഐശ്വര്യമായി നമ്മൾ വസിക്കും തോറും നമ്മളൊരു വെളിച്ചം വർദ്ധിക്കുകയും ഇരുൾ നമ്മളിൽ നിന്ന് അകലുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, വെളിച്ചത്തിന്റെ മക്കൾക്കറിയാം എവിടേക്കാണ് പോകുന്നതെന്ന്. നമുക്കറിയാമല്ലോ എവിടേക്കാണ് നാം പോകുന്നതെന്ന്. രാത്രി ആരെങ്കിലും, ഞാൻ പറഞ്ഞ സിമ്പിൾ ടെസ്റ്റ്, ഒരുപാട് ടെസ്റ്റ് ഒന്നും വേണ്ട. മനുഷ്യന്റെ മരണം അല്ലെങ്കിൽ ജഡമരണത്തിന് അതിന് വിരുദ്ധമായിട്ടുള്ള നിരവധി ടെസ്റ്റുകൾ നടത്തി പലതും എത്രയോ മരുന്നുകൾ നമ്മളൊക്കെ കഴിക്കുന്നുണ്ടല്ലേ. ഓരോന്നിനും ഓരോ രോഗത്തിനും മരുന്നുകളുണ്ട്. പക്ഷേ സർവ്വമനുഷ്യന്റെയും സർവ്വപാപത്തിന് ഒരൊറ്റ മൂല്യമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ് അല്ലേ. പല രോഗങ്ങൾക്കും പല മരുന്നുകളാണ് മനുഷ്യൻ കഴിക്കുന്നത്. എത്ര ടാബ്ലറ്റുകളാണ് കഴിക്കേണ്ടത്? ഷുഗറിനും പ്രഷറിനും ഒരൊറ്റ മരുന്നല്ല, പലവിധ മരുന്നുകളുണ്ട്. കാരണം ശരീരത്തിന്റെ പല അവയവങ്ങളിൽ പല രോഗങ്ങളാണുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മരുന്നുകളാണ് നൽകുന്നെങ്കിൽ രാത്രിയിലെ സന്ദേശം മനുഷ്യന്റെ ആത്മാവിനെ കെടുത്തിക്കളയുന്ന, അവന്റെ ആത്മജീവനെ ഇല്ലാതാക്കി കളയുന്ന, അവനെ ഇരുളാക്കിയിരിക്കുന്ന ആത്മമരണത്തിൽ അവനെ വിടിവിക്കുവാൻ ഒരൊറ്റ മൂല്യമുള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിന് പല മാർഗങ്ങളില്ല. കുഞ്ഞാട് രക്തമാണ്. ആ രക്തം നമ്മളിൽ ജീവനായി വെളിച്ചമായി വ്യാപരിക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം, ദൈവം എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് നാം പോകും. രാത്രിയിൽ ആ തിരിച്ചറിവുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്താ പറഞ്ഞു, വെളിച്ചത്തിൽ വസിക്കുന്നവൻ അവൻ പോകുന്ന എവിടേക്കെന്ന് അറിയുന്നു, ഇരുളിൽ വസിക്കുന്ന എവിടേക്ക് പോകുന്ന അറിയത്തില്ല. ഇതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും എവിടേക്കാ പോകുന്നെന്ന് അറിയത്തില്ലെങ്കിൽ, മരണാനന്തരം എവിടേക്കാ പോകുന്നതെന്ന് അറിയുന്നില്ലെങ്കിൽ ഇടയിലാകട്ടോ. എന്നാൽ മരിച്ച ശേഷമായി നാം എത്തപ്പെടുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവരായിരുന്നു പിതാക്കന്മാരായിരിക്കുന്നവർ. അതുപോലെ പുതിയ നിയമവിശ്വാസികൾ, ഭക്തന്മാർ, അവർക്കൊക്കെ അറിയാമായിരുന്നു മരണാനന്തരം അവർ എവിടേക്കാ പോകുന്നതെന്നുള്ളത്. വെളിച്ചത്തെങ്കിലേക്ക് നീക്കപ്പെടുന്നതിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇരുളിലേക്ക് പോകാതെ ഇരിക്കാൻ വേണ്ടി, എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയാ യേശു വെളിച്ചമായ ലോകത്തിൽ വന്നത്. അതേ മനോഭാവത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസം കർത്താവേ, ഞങ്ങളെ മരണത്തിൽ നിന്ന് വിടിവിച്ച് വഴി കാണിച്ചു തന്ന, ഞങ്ങൾ പോകുന്ന മാർഗം ഏതാണെന്ന് വെളിപ്പെടുത്തി തന്ന ദൈവമേ, ഞങ്ങൾക്ക് തന്ന കാഴ്ചപ്പാടിനായി ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ ഇതുവരെയും ആർക്കെങ്കിലും ആ വഴി കിട്ടാതെ എവിടേക്കാണ് യാത്രയെന്നറിയാതെ ലോകത്തിൽ തപ്പിത്തടഞ്ഞു പോകുന്ന അനേകര് പല മാർഗങ്ങൾ തേടിപ്പോകുമ്പോൾ അവിടെ കണ്ണുകൾ തുറന്ന് യേശുവാകുന്ന വഴി, യേശുവാകുന്ന സത്യം, യേശുവാകുന്ന ജീവനെ മനസ്സിലാക്കിയെടുക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥനയിൽ മുന്നേറുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞു.
ഈ വെളിച്ചത്തിന്റെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു അർത്ഥം കൂടി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി എന്താകുന്നു എന്നുള്ളതിന് എഫേസ്യർക്കെഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം വളരെ വലിയൊരു വിഷയമാണ്. ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയ വിഷയം ഇതാണ്. ജീവനും വെളിച്ചവും ഇരുളും മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. വെളിപ്പാട് അവസാനിപ്പിക്കുന്നത് സംബന്ധമായിരിക്കുന്ന ഇരുൾ ഇനി ഇല്ലല്ലോ, രാത്രി ഇനി ഇല്ലല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സാത്താനും മരണവും ഇല്ലല്ലോ എന്ന് പറഞ്ഞാണ് വെളിപ്പാട് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുൾ ഉണ്ടായിരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്ന ഇരുൾ ഇല്ല, രാത്രി അവിടെ ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ അർത്ഥം സാത്താൻ, പൈശാചികൻ എന്നേക്കും അന്യനരകാഗ്നിയിൽ പോയി. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ അവനും അവന്റെ സന്തതികളുമുണ്ട്. അവനെ സേവിച്ച് നടക്കുന്നവരുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നും ദൈവത്തിന്റെ മക്കൾ എന്താണെന്നും ഉള്ള വ്യത്യാസം എന്ന് വെളിപ്പെടുത്തി ആരാണ് വെളിച്ചത്തിന്റെ മക്കൾ എന്നുള്ളത് രാത്രിയിൽ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ വേഗത്തിൽ വായിച്ച് ചില ചിന്തകൾ കൂടി പങ്കുവയ്ക്കേണ്ട താല്പര്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇവിടെ പറയുന്നത്, നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. അപ്പോൾ നമ്മൾ ആരായി തീർന്നു? വെളിച്ചത്തിന്റെ മക്കളായി തീർന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും. ഇവിടെ പറയാം, വെളിച്ചത്തിലുള്ളവരാണെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് ചിന്തിച്ച് പരിശോധിച്ച് അത് നടക്കും. ദൈവത്തെ പ്രസാദിപ്പിച്ച വ്യക്തിയായിരുന്നു ഹാബേൽ. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് അറിയാവുന്നവനായിരുന്നു ഹാബേൽ. അതുകൊണ്ടാണ് ദൈവന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചത്, അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. എന്നാൽ കയീൻ അത് ചെയ്തിരുന്നെങ്കിൽ അവനും പേരുണ്ടായിരുന്നു, ആദമിന്റെ മകനായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അവന് കഴിയാതെ പോയി. കാരണം അവൻ ഇരുളിന്റെ ചിന്തയായിരുന്നു അവനുണ്ടായിരുന്നത്. ഇരുളിനാൽ പിടിക്കപ്പെട്ടവനായിരുന്നു അവന്റെ ചിന്ത. പക്ഷെ അവനും ദൈവത്തെ പ്രസാദിപ്പിക്കണം തോന്നിയെങ്കിലും അവന്റെ ഉള്ളിൽ വസിച്ചത് ഇരുളായിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞത്. ഞാൻ പ്രാരംഭ ഭാഗത്ത് എടുത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ എടുക്കുന്നത് ആദമിന്റെ മക്കളായിരിക്കുന്ന ഹാബേലും കയീനെയും കുറിച്ച് പറയുമ്പോൾ രണ്ടുപേരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കി. പക്ഷേ അത് മനുഷ്യന്റെ ആഗ്രഹമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന്. എന്നാൽ ഒരിക്കലും ഇരുളിന്റെ കൂട്ടാളിയായി നിന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്നതാണ് കയീന്റെ ജീവിതത്തിന് മനസ്സിലാക്കുമ്പോൾ ആ ഇരുളിനോട് ചേർന്ന് നിൽക്കാതെ നിഷ്കളങ്കനായി നിന്ന ഹാബേൽ, അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവന് കഴിഞ്ഞു. ദൈവം അവനെ പ്രസാദിക്കുവാൻ ഇടയാത്തും. നമ്മുടെ കഥ പറഞ്ഞത്, നിന്റെ മുഖം വാടുന്നത് എന്താ? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദം ലഭിക്കുകയില്ലയോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഇരുളിന്റെ കൂട്ടാളിയായി നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ഏതെല്ലാം രീതിയിൽ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. എന്നാൽ നാം അതിന്റെ കൂട്ടാളികളാകാതെ, മുമ്പേ നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും. ഈ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് ഭാര്യ ചെയ്താൽ അവിടെ പ്രശ്നമില്ല. അതുപോലെ ഭാര്യയ്ക്ക് പ്രസാദമുള്ളത് എന്തെന്ന് ഭർത്താവ് കണ്ടു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ കുഴപ്പമില്ല. പക്ഷേ ഭർത്താവിന് പ്രസാദമല്ലാത്തത് ഭാര്യ ചെയ്താൽ വഴക്കായി. ഭാര്യയ്ക്ക് പ്രസാദമല്ലാത്തത് ഭർത്താവ് ചെയ്താൽ അവിടെ വഴക്കായി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഭാര്യ ചിന്തിക്കുന്നു, ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് ഭർത്താവ്. ഇതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ കുടുംബത്തെ കുറിച്ച് പറയുന്നത്. കാരണം അവിടെ പൊരുത്തമുണ്ടാകണം, ഐക്യതയോടെ ജീവിക്കണം, തമ്മിൽ പ്രസാദിപ്പിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടക്കത്തില്ല. എന്നാൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുക. അപ്പോൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്കെന്റെ ജീവിതം കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കണം. അപ്പൊ കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ നാം ദൈവത്തിനും മനുഷ്യർക്കും നാം നല്ലവരാകുന്നു, മാതൃകയുള്ളവരാകും. ദൈവത്തിനും മനുഷ്യർ ഗുണമുള്ളവരാകുന്നു, ദൈവത്തിനും മനുഷ്യർക്ക് കൊള്ളാകുന്നവരാകുന്നു അവയോട് പറയുന്നത്. അപ്പോൾ
നാം ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിശ്ചയമായിട്ട് നാം മനുഷ്യർക്കും കൊള്ളാകുന്നവരാ. എന്നാൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പോയാൽ നമുക്ക് എല്ലാ വിധത്തിലും കൊള്ളാവുന്നതായി തീരാൻ കഴിയത്തില്ല. അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുക. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നതാ, ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. 2025 നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം ഭാഗ്യമുള്ളവരാ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാത്രി നമുക്ക് ഒരു തിരിച്ചറിവുണ്ടായി, ദൈവമേ, എൻ്റെ വാക്കിലോ എൻ്റെ പ്രവൃത്തിയിലോ ചിന്തയിലോ ഒക്കെ വരുന്ന അങ്ങേക്ക് ഹിതമില്ലാത്ത കാര്യങ്ങളെ അകറ്റുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമുക്ക് ഈ ദിവസം വിടുതൽ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പ്രസാദമായത് ചെയ്യുവാൻ നമ്മുടെ പ്രാർത്ഥന, കർത്താവെ അങ്ങേക്ക് പ്രസാദകരമായി ജീവിപ്പാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം അധികമൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആത്മാർത്ഥമുള്ള പ്രാർത്ഥനയായിരിക്കണം. കർത്താവെ, എനിക്ക് അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ എൻ്റെ ജീവിതം കൊണ്ട് അങ്ങേക്ക് പ്രസാദമായ ജീവിതം നയിപ്പാൻ, ക്രിസ്തു നയിപ്പാൻ എന്നെ സഹായിക്കണമേ. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ദൈവസഭകൾക്കും ഒക്കെ ഉള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആകയാൽ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളിലാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. ഇവിടെ പറയാണ്, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പോൾ വെളിച്ചമാകുന്ന ക്രിസ്തു അത് ഫലമുള്ളതാണ്. ഇരുളിന്റെ പ്രവൃത്തിയാകുമ്പോൾ നിഷ്ഫലമാണ്, ഒരു ഫലമില്ലാത്തതാണ്. അപ്പോൾ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളിയിലാകരുത്. അതുകൊണ്ട് അത് നിഷ്ഫല പ്രവൃത്തിയിൽ കൂട്ടാളിലാകരുത് എന്ന് പറഞ്ഞാൽ ഇരുളിന്റെ പ്രവൃത്തി നിഷ്ഫലമാണ്, അത് ഇവിടം കൊണ്ട് തീർന്നു പോകുന്നതാണ്. നന്മയൊക്കെ ചെയ്ത് കാണും, കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് തീർന്നു പോകും. പക്ഷേ അങ്ങോട്ടൊന്നും ഒറ്റ പ്രവൃത്തിയുള്ളൂ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി, അത് യേശുക്രിസ്തു വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് മനുഷ്യൻ ക്രിസ്തുവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവനിൽ അയച്ച് വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ ബാക്കിയുള്ള എന്തെല്ലാം ചെയ്താലും ഇരുളിന്റെ പ്രവൃത്തികൾ അതിനെ ദൈവകൃപയിലേക്ക് വന്നില്ലെങ്കിൽ നിഷ്ഫലമായി തീരും, ഇവിടെ കൊണ്ട് തീർന്നു പോകും. മനുഷ്യരെല്ലാം പുകഴ്ത്തുമായിരിക്കും, നല്ലതാണെന്ന് പറയുമായിരിക്കും, പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എങ്കിൽ, പിതാവാന്തയും അയച്ച പുത്രനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ എത്ര വലിയ നന്മ പ്രവർത്തികളും കറപുണ്ട തുണി പോലെയാണ്. എന്നാൽ അതിൽ നിന്ന് ദൈവം വിടുതൽ തന്ന ദൈവമക്കൾക്കായ രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയാ, വെളിച്ചത്തിന്റെ ഫലം ഉണ്ട്, സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിന്റെ ഫലം. ഇനി എന്താണ് സൽഗുണം എന്നറിയണമെങ്കിൽ, നീതി സത്യം നമുക്കറിയാം, നമ്മളെ നീതീകരിച്ചു, പാവിലാൽ നമ്മളെ നീതീകരിച്ചു. അതുപോലെ തന്നെ നമുക്ക് നീതി സത്യം നമുക്ക് ലഭിച്ചു, ബോഷ്കിന്റെ ശക്തി ഒന്ന് മാറി നാം വചനസത്യത്തിലേക്ക് വരുവാൻ കർത്താവ്. എന്നാൽ എന്താണ് സൽഗുണം എന്നുള്ളത് അറിയണമെങ്കിൽ മത്തായി സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് സത്യത്തിൽ വായിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അത് പഠിപ്പിക്കുവാനും ഞാൻ യോഗ്യനില്ല. കാരണം അത് പിന്നെ നമുക്ക് വായിച്ച് മനസ്സിലായി എന്താണ് സൽഗുണം എന്നുള്ളത് അറിയണമെങ്കിൽ അതൊന്ന് ചിന്തിച്ചിരിക്കുന്നത് നന്നായിരിക്കാൻ വേണ്ടി. എന്താണ് സൽഗുണമെന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഭാഗം എടുക്കുന്നത്. നമ്മളെന്നാൽ അങ്ങനെ ആയതുകൊണ്ടല്ല നമ്മളെ ദൈവം രക്ഷിച്ചത്, എന്നാൽ അങ്ങനെ ആയി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ ഉള്ള കാര്യങ്ങളിൽ ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് അന്ന് സംസാരിപ്പാൻ ഇടയായിരുന്നു. ആ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കുന്നത് നാം എങ്ങനെയാണ് സൽഗുണപൂർത്തിയുള്ളവരായി തീരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. 5-ാം അധ്യായം അതിന്റെ അവസാന വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. എങ്ങനെയാണ് സൽഗുണപൂർത്തിയാകുന്നത് എന്നതിനെ കുറിച്ച് ഇവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പറയുന്ന കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അള്ളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. കർത്താവ് പറഞ്ഞു, എതിർക്കാൻ പോകരുത്, ദുഷ്ടനോട് സാത്താനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കൊണ്ട് എതിർക്കാൻ എതിർത്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കറ പറ്റുകയുള്ളൂ. എതിർക്കരുത്, ദുഷ്ടന്മാരോട് എതിർക്കരുത്, ദുഷ്ടനോട് എതിർക്കരുത്. സാത്താനോട് നാം ആത്മീയത നിൽക്കണം. അവനോട് പറയുന്നത് അവനോട് എതിർത്ത് നിൽപ്പീൻ എന്നാണ് പറയുന്നത്. ഇവിടെ
മനസ്സിലാക്കണം. ദുഷ്ടനോട് എതിർക്കലെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സാത്താനോട് എതിർക്കലെന്നല്ല. അവന്റെ സാമ്രാജ്യത്തോടും അവന്റെ ശക്തിയോടും നാം എതിർക്കണം. അതിനായുധ സർവായുധവർക്കം ധരിച്ച് നാം എപ്പോഴും പടക്കളത്തിൽ നാം ആയിരിക്കണം. ദുഷ്ടനോടും അവന്റെ സകലവിധ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കുന്നവരായിരിക്കണം. സാത്താനോട് എതിർത്ത് നിൽക്കുന്നവരാകണം. സാത്താനോട് എതിർത്ത് അവനെ പരാജയപ്പെടുത്തുന്നതായിരിക്കണം. എന്നാൽ മനുഷ്യനായിരിക്കും ദുഷ്ടന്മാരോട് നാം എതിർക്കാൻ പോകരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും പറയും, ഇത് ദുഷ്കാലമാകിയ ബുദ്ധിമാൻ മിണ്ടാതിരിക്കുന്നു. വഴികളൊക്കെ സഞ്ചരിക്കുമ്പോൾ, വാഹനങ്ങൾ ഓടിക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ തെറ്റുകൾ പലരും കാണിക്കും. നാം അതിനെ എതിർക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായി തീരും. കാരണം അവര് ഈ ലോകത്തിന്റെ പല ചിന്താഗതിയുള്ളവരും പല രീതിയിലുള്ളവരുമാണ് വാഹനമൊക്കെ ഓടിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും പ്രശ്നങ്ങളായി മാറുകയുള്ളൂ. ദുഷ്ടനോട് എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അവന് നഷ്ടപ്പെടാനൊന്നുമില്ല. അതുകൊണ്ടാണ് ദുഷ്ടനോട് എതിർക്കരുതെന്ന് പറയുന്നത്. നാം ദുഷ്ടതയുള്ളവരാണ്. ദുഷ്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ കൈകൂപ്പി അവിടെ സ്ഥലം വിട്ടോണം. അനാർത്ഥം വരുന്ന കഴിഞ്ഞാൽ അവിടുന്ന് ഒളിച്ചോടണം, ചെന്ന് ഇടപെടരുത്. അതുകൊണ്ട് അവിടെ പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. നമ്മൾ ന്യായമാണെങ്കിൽ പോലും നമ്മളിവിടെ അവനോട് എതിർത്ത് കയർത്ത് നിന്ന് നമുക്ക് എന്ത് നേടാന്ന് വിചാരിക്കും. ഞാൻ ഒറ്റ കാര്യം ഇത് പറഞ്ഞതിന്റെ അർത്ഥം, കർത്താവ് പറഞ്ഞത് ദുഷ്ടനോട് എതിർക്കരുത്. എതിർത്ത് കഴിഞ്ഞാൽ നിനക്ക് അവിടെ കറ പറ്റുകയുള്ളൂ. പ്രശ്നം വന്നാൽ അവന്റെ വ്യാപരിക്കുന്ന ശക്തിയോട് നമ്മൾ എതിർക്കണം. നമുക്ക് ജഡത്തിൽ പോരാട്ടമില്ല, ജഡരക്തങ്ങളോടും നമുക്ക് പോരാട്ടമില്ല. വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും നമുക്ക് മനുഷ്യരോട് എതിർപ്പില്ല. എന്നാൽ മനുഷ്യർ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയോട് നമുക്ക് എതിർപ്പുണ്ട്. പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരോട് മനുഷ്യരോട് എതിർക്കരുത്, ജഡത്തിൽ പോരാടരുത്. അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയോട് നമുക്ക് പോരാട്ടമുണ്ട്. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത് ദുഷ്ടനോട് എതിർക്കരുതെന്ന് പറയുന്നതിന്റെ അർത്ഥം. വലത്തെ ചേട്ടത്തെ അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കുക. അതിൻ്റെ അർത്ഥം ഇങ്ങനെ അടി കൊള്ളണമെന്നല്ല എൻ്റെ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് വലത്തെ ചേട്ടത്തെ അടിച്ചാൽ ഇടത്തത് കൂടെ കാണിച്ചു കൊടുത്ത് അവിടുന്ന് മാതൃകയായിട്ട് പോരാനാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് യേശുവിനെ അടിച്ചപ്പോൾ യേശു ചോദിച്ചു, എന്തിനാ നീ അടിക്കുന്നു ചോദിച്ചു. അടിക്കേണ്ടാത്ത സ്ഥലങ്ങൾ നമ്മൾ ചോദിക്കണം. ഞാൻ പറഞ്ഞത് ഇവിടെ അർത്ഥം കർത്താവ് പറഞ്ഞത് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള വരം ലഭിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എന്നിട്ട് വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം അത് ദുഷ്ടനോട് എതിർക്കരുത്. അവൻ നമ്മളൊരു കാരണം കൂടാതെ ഒരുത്തം നമ്മളെ അടിച്ചാൽ അതിന്റെ അർത്ഥം അവിടെയും നാം എതിർക്കാൻ പോകണ്ട. ആ വലത് കാലം കൂടി അടിച്ചാലും ഞങ്ങൾ രക്ഷപ്പെട്ടോണെന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ അർത്ഥം അവിടെ കൊടുത്തിരിക്കുന്നത്. ദുഷ്ടൻ എതിർക്കരുത്, എൻ്റെ വലത്തെ ചേട്ടത്ത് അടിക്കുന്നവന് മറ്റേതിനും തിരിച്ചു കാണിക്കുക. അല്ലെങ്കിൽ നീ എതിർക്കാൻ പോയാൽ അതിനുള്ളത് അതിനുള്ളത് നോക്കിക്കോണം. അവിടെ അർത്ഥമല്ല. അപ്പം ദുഷ്ടനാണ്, അവൻ അടിച്ചാൽ, നീ ഒരു തെറ്റും ചെയ്യാതെ അടിച്ചാൽ പോലും അവിടെ മറ്റു പ്രശ്നം ഉണ്ടായിരിക്കുമെങ്കിൽ നിന്റെ ഇടത്തെ ചെവിടെ അടിച്ചു കൊടുത്താണ് രക്ഷപ്പെട്ടോണം, അവിടെ എതിർത്ത് നിൽക്കണ്ട എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവ് ചോദിച്ചു, വലത്തെ അടിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്തിനാ എന്നെ അടിക്കുന്നു ചോദിച്ചു. നമുക്കറിയാൻ സാധിക്കുന്ന കർത്താവ് അവിടെ ചോദിച്ചതുപോലെ ആ സന്ദർഭങ്ങളിൽ ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ദുഷ്ടന്മാരാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ ദുരന്ത ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു. നിന്നോട് വ്യഭിചരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പം വിട്ടുകൊടുക്കുക. കർത്താവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, ഇത് വായിക്കാനോ പഠിപ്പിക്കാനോ ഇതേക്കുറിച്ച് പ്രസംഗിക്കാനോ എനിക്ക് യോഗ്യതയില്ല. പക്ഷെ എന്നാൽ കർത്താവ് പഠിപ്പിച്ച സൽഗുണപൂർത്തി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അതല്ലാതെ ഇത് ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. ഞാനതിൽ അയോഗ്യനാണ്. കഴിവതും നമ്മളതിൽ ആഗ്രഹിക്കുന്ന കർത്താവ് അങ്ങനെ ആകാൻ വേണ്ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നതിന് നിന്റെ പുതപ്പം വിട്ടുകൊടുക്കുക. കർത്താവ് പറഞ്ഞു, അങ്ങനെ വ്യവഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ വിട്ടുകൊടുത്തേക്ക്, സൽഗുണപൂർത്തി ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനെല്ലാം ഇതേ രീതിയിൽ അർത്ഥമല്ല എടുക്കേണ്ടത്, ഇതിൻ്റെ ആത്മീയാർത്ഥമാണ് എടുക്കേണ്ടത്. അപ്പം നമ്മളോട് ഒരാള് വ്യവഹരിച്ച് വന്ന് കയ്യേറിക്കഴിഞ്ഞാൽ 5 സെന്റ് സ്ഥലം ഉള്ള ആളുടെ 3 സെന്റ് എടുത്തു കഴിഞ്ഞാൽ 2 സെന്റ് കൊടുത്തു കളയാനല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇപ്പം പുറത്ത് വിട്ടുകൊടുക്കാന്നതിൻ്റെ അർത്ഥം അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് അവൻ അന്യായമായി വ്യവഹാരം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ
വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവരോട് നിന്റെ പുതപ്പ് വിട്ടു, ഇച്ഛിക്കുന്നവനോട് നിന്റെ പുതപ്പ് വിട്ടുന്നതിന്റെ അർത്ഥം കഴിവതും വ്യവകാരം ഒഴിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിലാണ് കർത്താവ് പറയുന്നത്. അതങ്ങ് കൊടുത്തേരെ, അതങ്ങ് വിട്ടുകളഞ്ഞേരെ, നീ ഒഴിഞ്ഞിരിക്കുക എന്ന അർത്ഥത്തിലാണ് കർത്താവ് ഇവിടെ സംസാരിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, വിവരിച്ചു കഴിഞ്ഞാൽ എന്നാൽ വിട്ടുകൊടി ഇപ്പോൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ രീതിയിൽ അത് അങ്ങനെ ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ ആഴം ദൈവം മനസ്സിലാക്കി തരികയാണ്. ഇപ്പം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വലങ്കൈ നിനക്ക് ദോഷം ചെയ്താൽ ഞാൻ വെട്ടി എറിഞ്ഞു കളയാന്നൊരു അർത്ഥം വെട്ടി എറിഞ്ഞു കളയുകയാണോ? അല്ല, അങ്ങനെ ചെയ്യാൻ അല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ എന്നെ പാവം ചെയ്യുന്നതിന്റെ കൈ വലം കൈയാ, കഥാ പറഞ്ഞു ഇടം കൈ വലം കൈ ദോഷം ഞാൻ വെട്ടിക്കളയുക, നിന്റെ കണ്ണ് ദോഷം ഞാൻ ചൂഴ്ന്നെടുത്ത് കളയുക എന്നതിന്റെ അർത്ഥം അങ്ങനെ ചെയ്യാനാണോ? അല്ല, അങ്ങനെ ആരും ചെയ്യത്തില്ല. ഇവിടെ വായിച്ചു വരുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി തരികയാണ്. വലം കൈയേക്കാൾ പ്രാധാന്യതയുള്ളതാണ് നരകാഗ്നിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് വെട്ടിക്കളയുക. ഇവിടെയും നമ്മുടെ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ദൈവം നഷ്ടപ്പെടുന്ന കാര്യമാണ് വരുന്നെങ്കിൽ അതിനെ നാം ഒഴിവാക്കണം എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം നഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് വരുന്നെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നാം ഒഴിഞ്ഞിരിക്കണം. അതാ പറഞ്ഞിരിക്കുന്നത്. അത് കണ്ണ് നിനക്ക് ഇടച്ചു വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകളായി അഗ്നത്തിൽ പോയിരുന്നതിനേക്കാൾ ഒറ്റ കണ്ണ. എൻ്റെ അർത്ഥം ആരെങ്കിലും പാപം ചെയ്ത് കണ്ണെടുത്ത് കളഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. കർത്താവ് പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ എൻ്റെ ഗൗരവം മനസ്സിലാക്കി. ഇപ്പൊ ഇവിടെയും വായിക്കുമ്പോൾ എൻ്റെ ഗൗരവം മനസ്സിലാക്കി തരിക. ഇതാണ് എൻ്റെ സ്ഥിതി. അപ്പോൾ നാം കഴിവതും എല്ലാവരോടും സമാധാനമായിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വെളിച്ചത്തിന് മക്കളാക്കി തീർത്തിരിക്കുന്നത്. അല്ലാതെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 5 സെന്റ് സ്ഥലമുള്ള ഒരാളുടെ 2 സെന്റ് എടുത്തു കഴിഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള 3 രൂപ വിട്ടുകൊടുക്കാനല്ല എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് അങ്ങനെ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കേസും മക്കാണോ വിഷയങ്ങളായിട്ട് കടന്നു പോകാതെ അതിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ഒഴിവായിരിക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാം കഴിവതും ഒഴിവാകണം എന്നാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ നിന്നോടുകൂടെ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോവുക. അതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരുത്തന് ഒരു കൂട്ടിന് വേണ്ടി എന്നോട് ചോദിക്കുക, എനിക്കൊരു സഹായം ചെയ്യാമെന്ന് ചോദിച്ചാൽ അവൻ ചോദിക്കുന്നത് കൊണ്ട് അവനൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് അതിന് ഇരട്ടി ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ അതിനർത്ഥം നമ്മള് ചിലപ്പോൾ ഒരാൾ വഴി ചോദിക്കുമ്പോൾ നമുക്ക് ആ വഴി പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ലെങ്കിൽ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ വഴി നമുക്ക് വഴി കാണിച്ചു നമ്മൾ വഴി കാണിച്ചു കൊടുക്കാൻ പോകാറുണ്ട്. വഴി കാണിച്ചു കൊടുക്കും. അപ്പോൾ അത്രമാത്രം ഉള്ള ഒരു മനോഭാവം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം. അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എത്രമാണോ അതിനേക്കാൾ ഉപരിയായി ചെയ്ത് ആ വിഷയം പരിഹരിക്കണം, അവനെ സഹായിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 അവനോട് കൂടെ പോവുക. അത് എന്തെങ്കിലും ഒരാൾ സഹായം ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയല്ല ചെയ്യേണ്ടത്. സാധാരണ ദൈവമക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, ഒരാളുടെ മനസ്സ് തകർന്ന കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയും. ആ പ്രാർത്ഥിക്കാന്ന് പറയുന്ന ഒരൊറ്റ സെന്റൻസ് കൊണ്ട് നമ്മൾ ഒഴിവാക്കിയെടുത്തു. എന്നാൽ നമുക്ക് ആ വിഷയത്തിന്മേൽ എങ്ങനെ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതിനെയാണ് 2 നാഴിക പോവുക എന്ന് പറയുന്നത്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നീക്കമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അല്ലാതെ ഇപ്പം ഒരാൾ പറഞ്ഞു നമ്മൾ അതിന് പുറകെ രണ്ട് അതിൻ്റെ അർത്ഥം അതല്ല. ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഒഴിവാക്കി വിടുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു പരിഹാരം അതിനുണ്ടാക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ആലോചനയാകട്ടെ എന്തെങ്കിലും ആകട്ടെ, നമ്മൾ അതിനെ ആത്മാർത്ഥമായി പരിശ്രമിക്കാമെന്നാണ്. നമുക്കറിയാമല്ലോ, ഒരാൾ നിർബന്ധിച്ചാൽ നമ്മളോട് 2 നാഴിക പോകുന്നതിൻ്റെ അർത്ഥം ഒരു പരിഹാരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നാം ഇത് ചെയ്യുമെന്ന് ആഗ്രഹത്തോടെ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുമ്പോൾ നാം അത് ആത്മാർത്ഥമായി അവർക്കോട് പ്രതികരിക്കണം എന്നാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാവരോടും ചെയ്യണം എന്നല്ല എന്നെ പറഞ്ഞ അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെയും കഥ ഒരു മാതൃകാപരമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ചിന്തിച്ചാൽ മതി, കണ്ണാരും ചുവന്ന് കളഞ്ഞിട്ടില്ലല്ലോ പാവം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്, കയ്യാരും വെട്ടി കളഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഇവിടെ ചിന്തിക്കുക, യുവജനത്തെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുക. നമ്മുടെ ഉള്ളിൽ അത് ഭേദാഭേദങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കി ആ കാര്യം ചെയ്തെടുക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മറ്റൊരു, നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്.
ഇതൊക്കെ വായിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുത്ത് തിരിച്ചു വരും ആരെങ്കിലും? ഇല്ല, ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ടല്ലോ, മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന് 42-ാം വാക്യത്തിൽ എന്നോട് യാചിക്കുന്ന കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നതിനെ ഒഴിഞ്ഞു കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? അല്ല, നിന്നോട് യാചിക്കുന്നതിന് കൊടുക്ക. അർത്ഥം നിന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ, അവൻ യഥാർത്ഥത്തിൽ അതിന് ഗുണഭോക്താവാണ്, അല്ലെങ്കിൽ അവനതിന് യോഗ്യനാണെങ്കിൽ അവന് കൊടുക്കാനാണ്. അല്ലാതെ ഇങ്ങനെ വചനം പറഞ്ഞിരിക്കുന്നതിന് പൈസയുള്ള പൈസ മുഴുവൻ എടുത്ത് കൊടുക്കുന്നതിന് അർത്ഥം അതല്ല. അങ്ങനെ ദൈവം ഉദ്ദേശിച്ച് വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞ് കളയരുത്. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ സൽഗുണപൂർത്തി എന്ന് പറയുമ്പോൾ നാം മനഃപൂർവ്വമായിട്ട് നാം ഒഴിഞ്ഞു കളയാൻ പാടില്ല. നമുക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് വായ്പ വാങ്ങുന്നവരുണ്ടെങ്കിൽ നമ്മൾ കഴിവതും നമ്മളത് മാറണം. അപ്പം അത് നമുക്കും അതിൻ്റെതായ അർത്ഥതലത്തിൽ ചിന്തിച്ചെടുക്കുക. എന്നാൽ ഒരുത്തൻ വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞ് കളയരുത്. അതിനർത്ഥം ആരെങ്കിലും ചോദിച്ചു വന്നാൽ ഇപ്പൊ സൽഗുണപൂർത്തി എന്നുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വായിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇത് ഏത് വിധത്തിൽ വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞതിന്റെ അതിന്റെ അർത്ഥതലത്തിൽ ചിന്തിച്ചെടുക്കരുത്. ന്യായപ്രമാണ യുഗത്തിൽ അന്ന് ദൈവരോട് പറഞ്ഞതാ എന്താണ്. അവരൊക്കെ അവിടെ പരീക്ഷന്മാരും സദീക്കന്മാരും ഒക്കെ അവര് ഒരു തെറ്റും ചെയ്യാതെ എല്ലാം ശരിയാണ്, ക്ലിയർ ആണെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമൂഹത്തോട് സംസാരിക്കുക. വെളിപ്പെടുത്തിയത് നിങ്ങളൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ വെളിപ്പെടുത്തി കൊടുക്കുക. അതല്ലാതെ സൽഗുണപൂർത്തി എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് അന്ന് ന്യായപ്രമാണ സമയത്ത് പറഞ്ഞു കൊടുത്തത്. എന്നാൽ പുതിയ നിയമത്തിൽ സൽഗുണപൂർത്തി പ്രാപിക്കുന്നത് ഇങ്ങനെ നാം ചെയ്തിട്ടല്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മനുഷ്യൻ പോലും ചെയ്യാൻ പറ്റില്ല. അന്ന് അവിടുത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അവരുടെ കപടഭക്തിയായിരിക്കുന്ന അതിനെ ദൈവം തച്ചുടക്കുകയാണ്. ദൈവം ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെയാണോ? ഞങ്ങൾ ഒരു തെറ്റുമില്ലാത്ത പിതാവാൻ ദൈവത്തെ ആരാധിക്കുന്നവരാ, സൽഗുണപൂർത്തിയുള്ളവരാണെന്ന് പറയുമ്പോൾ കർത്താവ് അല്ല എന്നവരെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കൂട്ടുകാരനെ സ്നേഹിക്കാമെന്നും ശത്രുക്കളെ പയക്കാമെന്നും അരുളി ചെയ്തപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് നേരെ തിരിച്ച് പുതിയ നിയമത്തിന്റെ പ്രമാണത്തിലേക്ക് വരിക. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അന്നത്തെ ഇസ്രായേൽ അങ്ങനെ ആയിരുന്നില്ല. ശത്രുക്കളെ കൊന്നുകളയാനാണ് വ്യവസ്ഥ. അവരെ പുതിയ നിയമത്തിൽ കഥ പറഞ്ഞു, അങ്ങനെയല്ല വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നല്ലോ. നിങ്ങളെ വന്ദനം സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുകയും. കർത്താവാൻ ദൈവം എല്ലാവരും സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന ജാതിയൊന്നും ഇന്ന വ്യത്യാസം കൂടാതെ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ സൽഗുണപൂർത്തി എണ്ണം എന്ന് പറയുന്നത് സകല സൽഗുണവും നീതിയും സത്യവുമല്ല വെളിച്ചത്തിന്റെ ഫലം. അപ്പോൾ ഈ വെളിച്ചത്തിന്റെ ഫലം ആകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള പ്രാർത്ഥിച്ചെടുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെല്ലാം വിധത്തിൽ ദൈവവചനത്തെ മാനിക്കാൻ ആദരിക്കാൻ കഴിയുമോ മനസാക്ഷിയിൽ നിന്ന് ഉള്ള ജീവിതമായിരിക്കണമെന്നാണ് കർത്താവോടെ ആഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ പുതിയ നിയമത്തിൽ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ചെയ്തല്ല നാം സൽഗുണപൂർത്തിരാകുന്നത്. നാം കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, എന്നാൽ നമ്മളെല്ലാവോളും എല്ലാവരോടും സമാധാനമായിരിക്കാൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമ്മളെ ആവോളം ചെയ്യുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് അതിനെ തിരിച്ചറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ എന്നുള്ളതും എന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നു. ഈ വെളിച്ചത്തിന്റെ മക്കൾ ആരാകുന്നു എന്നുള്ളത് കൂടി ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയർത്തുന്ന വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദമുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദിഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം കേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ നിലനിന്നിരുന്ന പരീക്ഷ സദൂക്യ അല്ലെങ്കിൽ മത ചിന്തകളിൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്നവരോട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ല ചെയ്യുന്നത്, എന്നാൽ പിതാവിന്റെ സൽഗുണപൂർത്തി അവൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിൽ അവർക്കാർക്കും കൈ ഉയർത്താൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് ഈ രാത്രി നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പ്രവൃത്തി ചെയ്തിട്ടുള്ളവരല്ല. എന്നാൽ യേശുക്രിസ്തു തൻ്റെ പുത്രൻ അവൻ പിതാവാൻ ദൈവത്തിന് സൽഗുണപൂർത്തി വരുത്തി അവൻ കാലുവരി യാഗമാറ്റുന്ന യാഗത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ്
നാം സൽഗുണപൂർത്തിയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അകത്ത് ദൈവഭയം തന്നുകൊണ്ട് മറ്റാർക്കൊരു ഉപദ്രവം വരാതെ നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കാനുള്ള ദൈവകൃപ നമ്മളിൽ തന്നിരിക്കുന്നതുകൊണ്ട് നാം വെളിച്ചത്തിന്റെ മക്കളാണ്. അങ്ങനെ സകല സൽഗുണവും നീതിയും സത്യവുമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയാണ്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയർത്തുന്ന വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ ഇറങ്ങി വരുന്നു. അവന് വിഹാരമോ ഗതിഭേദത്തുള്ള ആച്ഛാദനമല്ല, മാറ്റമില്ലാത്തവനാണ്. അപ്പം പിതാവാം ദൈവം വെളിച്ചങ്ങളുടെ പിതാവായി നല്ല തികഞ്ഞ വരവും എല്ലാ ദാനവും നല്ല ദാനവും തികഞ്ഞ വരവും വെളിച്ചങ്ങളുടെ പിതാവുകളിൽ ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിവേത്തുള്ള ആച്ഛാനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടിയുടെ ഒരുവിധം ആദിഫലമാകേണ്ടതിന് അവന്റെ ഇഷ്ടം ഹേതുവായി സത്യവചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെ ഉയർത്തുന്ന വെളിച്ചങ്ങളുടെ പിതാവിൽ ഇറങ്ങി വരുന്നു. പിതാവാം ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന യഥാർത്ഥമായ നല്ല ദാനം അവൻ തികഞ്ഞ വരമായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മെ വീണ്ടും ജനിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. നമ്മെ വചനത്താൽ ജനിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചത്? ഈ ഒരുവിധം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫുഡ്, ആദിജാതന്മാരുടെ സഭയെ ജനിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. കർത്താവായി സൃഷ്ടികളുടെ ആദിജാതന്മാരായിരിക്കുന്ന മണവാട്ടി സഭ എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് കർത്താവാൻ ദൈവം തൻ്റെ നല്ല ദാനമായിരിക്കുന്ന തികഞ്ഞപരമായിരിക്കുന്ന വെളിച്ചങ്ങളുടെ പിതാവായിരിക്കുന്ന സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നാം വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് അവനോട് സദൃശന്മാരായി തീരുവാൻ വേണ്ടിയാകുന്നു. ഇതാണ് ഇവിടെ കഥാവിടെ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ വെളിച്ചത്തിന് മക്കൾ ആകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീനെന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ ദൈവന പ്രകാരമായി നാം വെളിച്ചത്തിന് മക്കളായി തീർന്നത് വെളിച്ചങ്ങളുടെ പിതാവുകളിൽ നിന്ന് നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവുകളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അവന് മാറ്റമില്ലാത്തവനാണ്, ഗതിഭേദത്തിൽ മാറ്റമില്ല. അവൻ എന്നേക്കും സ്ഥിരമാണ്, അനാദിയായി ശാശ്വതമായി എന്നേക്കും മാറ്റം. അതുകൊണ്ടാണ് യേശു മാറാത്ത എന്ന് പറയുന്നത്. ഒരിക്കലും മാറ്റമില്ലാത്തവനാ. രാത്രിയെന്നോ പകലെന്നോ മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ മാറ്റമില്ലാതെ കാലങ്ങൾക്ക് അതീതനായ ക്രിസ്തു അവൻ തൻ്റെ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നത് നമ്മെ തികവുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. നമ്മെ ആദിജാതന്മാരാക്കി തീർക്കാൻ വേണ്ടി, ആദ്യഫലമായി തീർക്കാൻ വേണ്ടിയാ, അപ്പോൾ ഫലമുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയാ. നാം ഒരു കാലത്ത് ഇരുളായിരുന്നു നാം, എന്നാൽ ക്രിസ്തുവിൽ നമ്മെ വീണ്ടും ജനിപ്പിച്ച് നാം ഉറങ്ങിക്കിടന്നവരായിരുന്നു. ഇവിടെ പറയേണ്ടത് 5-ാം അധ്യായത്തിന്റെ 17 വാക്യങ്ങൾ 13 വാക്യങ്ങൾ ഇപ്രകാരം 16 മുതൽ വാക്യങ്ങൾ. ഇത് ഇരുട്ടിന്റെ നിഷ്പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. അപ്പോൾ 60-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന ഇള്ളിന്റെ അധികാരിയായിരിക്കുന്ന സാത്താൻ, മരണത്തിന്റെ അധികാരിയുടെ കീഴിലായിരുന്ന എന്നെ നിങ്ങളെയും ക്രിസ്തുവിന്റെ വചനം നമ്മെ എഴുന്നേൽപ്പിച്ചു, നമ്മെ ഉണർത്തി. നാം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം വെളിച്ചമായിരിക്കുന്നു. നാം വെളിച്ചത്തിന് മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഇതിനെയാണ് പിന്നീട് ലേഖനങ്ങളിലും മറ്റു പല ഭാഗങ്ങളിലും വിസ്തരിച്ച് ദേവദാസന്മാർ എഴുതുവാൻ എത്തുന്നത്. രാത്രിയിൽ എന്താണ് വെളിച്ചത്തിന് മക്കളാകേണ്ടതിന്, വെളിച്ചം എന്താകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ചിന്ത മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രി നാം ഈ തിരുവചനം ഇവിടെ പഠിപ്പിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞിരിക്കുന്ന പോലുള്ള സൽഗുണപൂർത്തി ഞങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സകലദാനവും നല്ല ദാനവും തികഞ്ഞവരമായിരിക്കുന്ന പിതാവാം ദൈവത്തിന് സൽഗുണപൂർത്തി വരുത്തിയ യേശുക്രിസ്തു മുഖാന്തരം അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് കർത്താവേ നിന്റെ കൃപയാൽ രക്ഷപ്പെടുവാൻ ഭാഗ്യം തന്നു. അന്നത്തെ ആ സാഹചര്യത്തിൽ എല്ലാവരും പാപമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ നടക്കുന്ന ഊറ്റം കൊള്ളുന്ന സമയത്ത് കർത്താവായ യേശു സൽഗുണപൂർത്തിയെ കുറിച്ച് പറയുവാൻ ഇടയാത്തീർന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ചിന്തിക്കുമ്പോഴും കർത്താവേ, ഞങ്ങൾക്ക് അതിനൊന്നും യോഗ്യതയോ കഴിവോ ഇല്ല. എന്നാൽ ഞങ്ങളുടെ കൃപ കൊണ്ട് നിന്റെ പരിശുദ്ധനാമനാൽ നല്ല മനസ്സാക്ഷിയോടെ ജീവിച്ച് വരവെങ്കിൽ എടുക്കപ്പെടുവാണ് കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആദിഫലമായി തീരുവാൻ ഞങ്ങളുടെ മേല നല്ല ദാനം കർത്താവേ, ദൈവത്തിന്റെ
യഥാർത്ഥമായ തികഞ്ഞവരമൊക്കെ തന്ന സ്നേഹത്തിൽ, കർത്താവെ തികഞ്ഞവരമായിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെ തികഞ്ഞവരമായി തീർന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളർന്ന് അവന്റെ പ്രവൃത്തി മുഖാന്തരമായി നല്ല മനസ്സാക്ഷി ജീവിച്ച് തികഞ്ഞവരായി തീർന്ന് ആദിഫലമായി തീർന്ന് അവന്റെ മണവാട്ടിയായി തീർന്ന് അവനോടുകൂടി എടുക്കപ്പെടുവാൻ ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചം നമ്മളെ വഴി നടത്തട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഈ ക്ലാസ്സിന് വിരാമപ്പെടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.